ഈ വിശ്വാസിയുടെ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അഥവാ ഏറ്റവും ഫിത്തനയുണ്ടാക്കുന്ന, അതിശക്തമായി ജനങ്ങളെ പീഡിപ്പിക്കുന്ന, വിശ്വാസികളെ മർദ്ദിക്കുന്ന ഈ ദജ്ജാലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അവൻ അത്യുജ്വലമായി പ്രഖ്യാപിക്കുന്നു ഷഹാദത്ത് കലിമ. ദജ്ജാല് അവനെ 2 കഷ്ണമായി ദജ്ജാൽ നിർമ്മിച്ച തീയിലേക്ക് വലിച്ചെറിയുന്നു. യഥാർത്ഥത്തിൽ അവൻ ചെന്ന് വീഴുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഇവനാണ് റബ്ബിങ്കൽ ഏറ്റവും വലിയ രക്തസാക്ഷി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിലുമൊക്കെ ഒട്ടനേകം ആളുകൾ വളരെ പൈശാചികമായ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അല്ലേ? കഴുത്തിന് അരക്ക് താഴെയുള്ള കുഴിയിൽ അവരെ നിർത്തിയിട്ട് 2 കഷ്ണമായി ചീന്തിയവരുണ്ട്, ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് മാംസം പിഴുതെടുത്തവരുണ്ട്. ഇങ്ങനെ തുടങ്ങി പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ ഷഹീദായവരുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ രക്തസാക്ഷി ആ കഴിഞ്ഞു പോയവരല്ല, ഇൻഷാ അല്ലാഹ് ഇനി വരാനിരിക്കുന്ന ഏതൊരു യുവാവാണ്. ആ യുവാവ് ആരാണെന്ന് അല്ലാഹു തആലക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ? ആരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ആ രൂപത്തിലുള്ള ഈമാൻ പ്രകടിപ്പിച്ച ആ രക്തസാക്ഷിയെ കുറിച്ചാണ് ഇവിടെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഞാൻ തുടങ്ങി വെച്ച ഹദീസിന്റെ ബാക്കി ഭാഗത്തേക്ക് തന്നെ വരട്ടെ. ഈ രൂപത്തിൽ അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഈ രൂപത്തിൽ അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കെ മറിയമിന്റെ മകൻ മസീഹ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അതാ 2ാമത്തെ അടയാളമായി ഭൂമിയിലേക്ക് വരികയാണ്. എന്തിനാളുടെ അടയാളങ്ങളിൽ വരാൻ പോകുന്ന അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്ത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ അക്രമങ്ങൾ തുടർന്ന് 40 ദിവസം അവൻ്റെ ഭരണമുണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ഏകദേശം അത് അവസാനിക്കുന്ന സമയത്താണ് വരുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി 43-ാമത്തെ അധ്യായം സൂറത്ത് സുഹ്റഫ് 61-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. وإنه لعلم الساعة فلا تموتن بها واتبعوني هذا صراط مستقيم. അദ്ദേഹം അന്ത്യസമയത്തിനുള്ള അറിവും അഥവാ അടയാളവുമാകുന്നു. അന്ത്യനാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അദ്ദേഹം. ഏത് ദേഹം? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവ്. ആകയാൽ നിങ്ങൾ അതിനെ സംശയിക്കുകയേ വേണ്ട. അതുകൊണ്ട് വത്തബിഊനി ഹാദാ സിറാത്തും മുസ്തഖീം, നിങ്ങൾ എൻ്റെ മാർഗത്തെ പിൻപറ്റുകയും ചെയ്യുക, ഇതാകുന്നു സിറാത്തുൽ മുസ്തഖീം. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ക്രിസ്ത്യാനികൾ ക്രൂശീകരിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവനെ ഒറ്റിക്കൊടുത്ത ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് ജൂദാസിനെയാണ് പിടിക്കപ്പെട്ടത്. മുഖം മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി ആ കാര്യം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അല്ലേ? വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിയ ലഹും. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ 187-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞതാണ്. എന്ത്? നിങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അദ്ദേഹത്തെ ക്രൂശീകരിച്ചിട്ടില്ല, മറിച്ച് നിങ്ങൾക്ക് സാദൃശ്യമുണ്ടാവുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ അല്ലാഹു തആല അല്ലാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് എന്ന് നമുക്കൊക്കെ അറിയാം. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ അനുമതിയോടുകൂടി അന്ത്യനാളിൻ്റെ അടയാളമായി ഇറങ്ങി വരുന്ന രംഗമാണ് ഹദീസിൽ വരുന്നത്. നോക്കൂ നിങ്ങൾ, ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിനടുത്ത് 2 മലക്കിന്റെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് 2 നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മറിയമിന്റെ മകൻ മസീഹ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. 2 നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് 2 മലക്കുകളുടെ ചിറകളിൽ കൈവച്ച് മറിയമിന്റെ മകൻ മസീഹ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഡമസ്കസിലെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിൽ ഇന്നും ആ പള്ളിയുണ്ട്. ഇന്നും ആ പള്ളി ഇവിടെയുണ്ട്. ആ മിനാരത്തിന്റെ അടുക്കലാണ് വരിക എന്നും അദ്ദേഹം ഇറങ്ങി വന്നിട്ട് തല താഴ്ത്തിയാൽ വെള്ളത്തുള്ളികൾ അഥവാ മഞ്ഞുതുള്ളികൾ മാലമണികൾക്ക് സമാനമായ രൂപത്തിൽ ഉരുണ്ട് താഴെ നിന്ന് വീഴുമെന്നാണ്. എത്ര കൃത്യമായിട്ടാണ് ഹദീസുകൾ ഒരു ദൃശ്യം കാണുന്ന പോലെ അല്ലെങ്കിൽ കണ്ടു ബോധ്യപ്പെട്ട പോലെ റസൂൽ അത് പറയണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അല്ലേ? ആ വഹീനാൽ പറയുന്ന വചനങ്ങളാണ്. തല താഴ്ത്തുമ്പോൾ മുത്തിന് സമാനമായ വെള്ളത്തുള്ളികൾ തലയിൽ നിന്ന് ഉരുണ്ടു വീഴുന്നു. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങും. വിശ്വാസികൾക്ക് വലിയ സന്തോഷമാണ്. ദജ്ജാലിനെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുകയാണ്. ഈസാ നബിയുടെ ഇറക്കത്തോടുകൂടി ദജ്ജാൽ മുങ്ങാൻ ശ്രമിക്കും. എന്നാൽ ജെറൂസലമിലെ ഒരു പ്രദേശമായ ലുദ് എന്ന പ്രദേശത്താണ് ആ ദജ്ജാലിനെ കണ്ടുമുട്ടുക.
ജെറൂസലം. ഏതായാലും അവിടെ വെച്ചുകൊണ്ട് ആ കവാടത്തിൽ വെച്ച് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭരണാധികാരിയായ ഈസ നബി പ്രവാചകനായിട്ടല്ല അന്ന് വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് ദജ്ജാലിനെ പിടിക്കുകയും അങ്ങനെ അവനെ അവിടെ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ജനങ്ങളുടെ അടുക്കലേക്ക് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവേശിക്കുന്നു. എന്നിട്ട് അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾ ക്ഷമിച്ചതിൻ്റെ പേരിൽ, പതറാതെ പിടിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പദവികളെ കുറിച്ചൊക്കെ അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ, ആ സമാധാനം അവർക്ക് നൽകുന്നതിനിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ നബിക്ക് പ്രത്യേകമായി യഥാ ഉത്ബോധനം കൊടുക്കുകയാണ്. ആരാലും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയാത്ത ചില ദാസന്മാരെ ഞാനിതാ പുറത്തു കൊണ്ടുവരുന്നു. അതാരാണ്? അതാണ് മൂന്നാമതായി നാം പറയുന്ന മറ്റൊരടയാളം. യജൂജ് മഅജൂജ് എന്ന് പറയുന്ന 2 വൻ സൈന്യങ്ങൾ. ആ യജൂജ് മഅജൂജ് എന്ന സൈന്യമാണ് ഈസ നബിയെയും അനുയായികളെയും വളയുവാൻ പിന്നീട് വരുന്ന ഫിത്ന. ദജ്ജാലിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെട്ട് ഏകദേശം ആശ്വസിക്കുന്ന ഒരു സമയത്താണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശാന്തമായ ഒരു ഭരണം നടത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ വരവ്. അങ്ങനെ ആ വരവ് വിശുദ്ധ ഖുർആൻ വ്യക്തമായതാ പറയുന്നു. സൂറത്തുൽ അംബിയ 21-ാം അധ്യായം 96-97 ആയത്തുകളിലൂടെ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. എന്ത്? ഹത്താ ഇദാ ഫുതിയത് യഅജൂജ വമഅജൂജ്. അങ്ങനെ യഅജൂജ് മഅജൂജ് തുറന്നു വിടപ്പെടുകയോ അവർ കുന്നിൻ ചെരുവുകളിലൂടെ കടന്നു വരികയും ചെയ്യുമ്പോൾ ആ രംഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. ഏതായാലും പ്രിയപ്പെട്ടവരെ, അവർ കുന്നിൻ പ്രദേശങ്ങളിലൂടെ അതിവേഗം കടന്നു വരികയാണ്. ആദ്യം പ്രവേശിച്ച യജൂജ് എന്ന് പറയുന്ന സൈന്യമുണ്ടല്ലോ, അവരുടെ എണ്ണം എത്രയാണെന്നറിയോ? പേർഷ്യയിലെ ഇന്നും നിലനിൽക്കുന്ന തൊബരീഖ് തടാകം എന്ന് പറയുന്ന ഒരു തടാകമുണ്ട്. നല്ല ആഴമുള്ള, വീതിയുള്ള, ഒട്ടനേകം ഹെക്ടർ ജലങ്ങളുള്ള ആ തടാകത്തിൻ്റെ കരക്കൽ അവർ തമ്പടിക്കും. ആ കരക്ക് തമ്പടിച്ചിട്ട് അവർ വെള്ളം ഉപയോഗിച്ചിട്ട് തീർന്നു പോകും. അതാണ് നമ്മളെ ചില പ്രായം ചെന്ന അമ്മമാരൊക്കെ പറയാറുണ്ട്, കടൽ കുടിച്ച് വറ്റിക്കൽ ഒരു കൗമ വരാണ്ട് അന്ത്യനാളിൻ്റെ അവസ്ഥാനത്തിൽ അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ കടൽ കുടിച്ചു വറ്റിക്കണ കൗമല്ല, തൊബരീഖ് തടാകം ഉപയോഗിച്ചിട്ട് തീർന്നു പോവുകയാണ്. അവരുടെ എണ്ണം അത്രത്തോളം ഉണ്ട്. അവർ കുടിച്ചിട്ടും കുളിച്ചിട്ടും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിന് വേണ്ടി അവർ പാകം പിന്നെ പലതും ചെയ്തിട്ടും അങ്ങനെ ഉപയോഗത്തിൻ്റെ ക്രമം കൊണ്ട് ആ വെള്ളം വറ്റിപ്പോകുമെന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയ സൈന്യമായിരിക്കും അവർ. അങ്ങനെ അവരുടെ പിന്നാലെ വന്ന മഅജൂജ് സൈന്യം തൊബരീഖ് തടാകത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ചോദിക്കും, ഇവരുടെ തടാകമുണ്ടായിരുന്നല്ലോ, അത് നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവർ അഥവാ അവർ പ്രവേശിച്ചവർ ഉപയോഗിച്ച് തീർന്നതാണ് എന്ന് ഇവരോട് പറയുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അങ്ങനെ അവർ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും വിശ്വാസികളും ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലേക്ക് വരികയും അവിടെ വലയുകയും ചെയ്യുകയാണ്. അങ്ങനെ കഠിനമായ ദാരിദ്ര്യം അവർക്ക് ബാധിക്കും. ആർക്ക്? ഈസ നബിക്കും വിശ്വാസികൾക്കും കഠിനമായ ദാരിദ്ര്യം ബാധിക്കുകയാണ്. അങ്ങനെ ദാരിദ്ര്യം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ ഈസാ നബിയും അനുയായികളും ബുദ്ധിമുട്ടുമ്പോൾ അല്ലാഹു തആലയോട് അവർ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ട് ഈ സൈന്യത്തിൻ്റെ കഴുത്തുകളിൽ പ്രത്യേകമായ ഒരു പുഴുക്കളെ കൊണ്ടൊരു രോഗം ബാധിപ്പിക്കുകയാണ്. യജൂജാകുന്ന സൈന്യത്തിൻ്റെ കഴുത്തിൽ ഒരു തരം പുഴുക്കൾ വന്നിട്ടൊരു പ്രത്യേക രോഗമുണ്ടാക്കുകയാണ്. അങ്ങനെ ആ രോഗം മൂലം അവരെല്ലാം ചത്തൊടുങ്ങുന്നു. അങ്ങനെ അവരുടെ തടങ്കലിൽ നിന്ന് ഇവരൊന്നിച്ചു പുറത്തേക്ക് വരും. പക്ഷേ ആ പ്രദേശത്ത് മയ്യത്തുകൾ കുമിഞ്ഞുകൂടിയിട്ട് ഭൂമിയിൽ അവർക്ക് കാലുവെക്കാൻ സ്ഥലമില്ലാത്ത വിധം ശവങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഈസ നബിയും അനുയായികളും പ്രാർത്ഥിക്കുന്നു റബ്ബിനോട്. ആ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് ഈ ദുർഗന്ധം വമിക്കുന്ന ശരീരങ്ങളെ പ്രത്യേകമായി ഒട്ടകത്തിനെ പോലെ കഴുത്ത് നീളമുള്ള ബുഖ്തി എന്ന് പറയുന്ന ഒരു തരം പക്ഷികൾ, അത് അല്ലാഹു തആല എവിടെ നിന്ന് അയക്കുന്നതാണ് നമുക്കറിയില്ല. റബ്ബിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ശവങ്ങൾ തിന്നു തീർക്കുകയോ അല്ലെങ്കിൽ കൊത്തിയിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയോ ചെയ്യും. ഏതായാലും നമുക്ക് അത് എന്തു ചെയ്യുമെന്നറിയില്ല. ആ ബുഖ്തി എന്ന പക്ഷികളിലൂടെ അതിനെ നശിപ്പിച്ചു കളയുമെന്നാണ്. അങ്ങനെ ഭൂമിയിലതാ ഒരു ശുദ്ധമായ മഴ അല്ലാഹു തആല പെയ്യിപ്പിക്കുന്നു. ആ പെയ്യിപ്പിക്കുന്നതോടുകൂടി, മഴ വന്ന് വീഴുന്നതോടുകൂടി ഭൂമിയിലെ എല്ലാ നജസ്സുകളും വൃത്തിയായി ഒലിച്ചുപോയി. എന്നിട്ട് ഭൂമി കണ്ണാടി പോലെയായി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് കൽപ്പിക്കുകയാണ്, എന്ത്? നിന്റെ ബർക്കത്ത് നീ വിശ്വാസികൾക്ക് ചൊരിഞ്ഞു കൊടുക്ക്.
ദജ്ജാൽ വന്ന കാലത്ത് വിശ്വാസികൾക്ക് ദാരിദ്ര്യമാണ്, ദുരിതമാണ്, പട്ടിണിയാണ്. എന്നാൽ അവൻ വിശ്വസിച്ചവർക്ക് സുഭിക്ഷമായ ജീവിതമാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ മറിയുകയാണ്. അല്ലാഹു തആല ഭൂമിയോട് പറയുന്നു, നിന്റെ ബർക്കത്ത് നീ ചൊരിഞ്ഞു കൊടുക്ക്. അങ്ങനെ ഭൂമി അതിന്റെ ബർക്കത്ത് ചൊരിയുന്നതോടുകൂടി പഴങ്ങൾ നൽകുന്നു അല്ലാഹു തആല അവർക്ക്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ മൃഗങ്ങളില് ഒരുപാട് വർധനവ് അല്ലാഹു തആല ഉണ്ടാക്കുന്നു. ഹദീസിൽ കാണാം, ആ കാലഘട്ടത്തിൽ ഒരു ഉറുമാമ്പഴം തിന്നും അതിൻ്റെ തൊണ്ടുകൊണ്ട് തണലേകാൻ സാധിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഉറുമാമ്പഴത്തിൻ്റെ തൊണ്ട് ഒരു കൈക്കുള്ളിൽ ഒതുങ്ങുമെങ്കിൽ അന്നത്തെ കാലത്ത് 3 ആളുകൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റും. അത്ര വലുപ്പമുള്ള പഴങ്ങളായി മാറുമെന്നാണ്. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല സഹോദരങ്ങളെ. ഒട്ടകത്തിൻ്റെ പാല് ഒരു സംഘം ആളുകൾക്ക് കഴിക്കാനുണ്ടാകും, ഒരു നേരത്തെ പാല്. അതുപോലെ ഒരു പശുവിൻ്റെ പാല് ഒരു വംശം ആളുകൾക്ക് കുടിക്കാനുണ്ടാകും. അതുപോലെ തന്നെ ഒരു ആടിൻ്റെ പാല് ഒരു ഗോത്രക്കാർക്ക് മതിയാകുമെന്നാണ്. ഈ നിലയിൽ കുറച്ചു കാലം സമാധാനപരമായ ഒരു ഭരണം ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭരണാധികാരിയായി കാഴ്ചവെക്കുന്നു. ഹദീസിൽ വന്നിട്ടുള്ളത് 7 വർഷം എന്നുള്ളതാണ്. അപ്പോൾ 7 വർഷം ഈസാ നബിയുടെ ഭരണമുണ്ടാകും. ആ ഭരണകാലത്ത് ചില പരിഷ്കരണങ്ങൾ ഉണ്ടേതാണ്. കുരിശുകൾ തച്ചുടക്കുകയാണ്, പന്നികളെ കൊല്ലുകയാണ്, ഈ രൂപത്തിലുള്ള മിഥ്യാധാരണകളെല്ലാം പൊളിക്കുകയാണ്. അതിലൂടെ ഈസ നബി ദൈവപുത്രനല്ല എന്നോ പ്രവാചകനാണെന്നോ അള്ളാന്റെ നിർദ്ദേശപ്രകാരം ഇറങ്ങി വന്നതാണെന്നോ ബോധ്യപ്പെടുന്നതോടുകൂടി ഒട്ടനേകം ക്രിസ്ത്യാനികൾ അത് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ചില ആളുകൾ അവിശ്വസിക്കുന്നവരുമുണ്ട്. ഏതായാലും ആ യേശുക്രിസ്തുവിനെ ക്രൂശീകരിച്ചു എന്ന് പറയുന്ന ആ കുരിശ് ചിഹ്നം തച്ചുടക്കുന്നു. അതുപോലെ പന്നികളെ കൊല്ലുകയാണ്. ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ ഇതിനുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. അതിൽപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഹസനിമാര് ആലുവ സംവാദത്തിൽ മുഹമ്മദ് എന്ന ഹദീസിന്റെ കഷ്ണം വായിച്ചത് അല്ലേ. ഹജ്ജ് കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്ത് അവിടെ വെച്ചുകൊണ്ട് സലാം പറയുമ്പോൾ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് ഉത്തരം കൊടുക്കും. വഹിയുള്ള പ്രവാചകൻ, അതുപോലെ വഹി നൽകാത്ത ഈസ നബി, അവർ തമ്മിൽ പടച്ച തമ്പുരാന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യത്തിന് ആ മറുപടിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവാക്കിക്കൊണ്ട് ഇവിടെയുള്ള ഹസനിമാർക്കും സഖാഫിമാർക്കും മുസ്ലിയാക്കന്മാർക്കും അവരെ പിൻപറ്റുന്ന സമസ്തക്കാർക്കുമൊക്കെ ഈ ഈസ നബിയെയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സകല ഔലിയാക്കന്മാരെയും വിളിച്ചു തേടാൻ ഈ ഹദീസിന്റെ വാൽകഷ്ണം തെളിവാക്കി പുരോഹിതന്മാർ. തെളിവാക്കാൻ പറ്റൂല. ലോകത്തൊരൊറ്റ പണ്ഡിതന്മാരും അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. സ്വീകാര്യോഗ്യരായ അയിമ്മത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു ആശയമേ അല്ലാതെ യഥാർത്ഥത്തിൽ ഈ ശിർക്ക് സ്ഥാപിക്കാൻ ഈ പുരോഹിതവർഗം ശ്രമിച്ചുണ്ടാക്കിയ ആരോപണങ്ങളും കള്ളത്തരങ്ങളും മാത്രമാണെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അങ്ങനെ സുഭിക്ഷമായ ഒരു ജീവിതം നടക്കുമ്പോൾ 7 വർഷത്തിൻ്റെ സമാപനത്തിൽ അതിനിടയിൽ അല്ലാഹു തആല ഒരു സുഗന്ധമുള്ള കാറ്റിനെ അയക്കും. എങ്ങനെ? സുഗന്ധമുള്ള ഒരു കാറ്റിനെ അയക്കും. ആ സുഗന്ധമുള്ള കാറ്റ് ഓരോ മുഅ്മിനിന്റെയും ഓരോ മുസ്ലിമിൻ്റെയും ശരീരത്തിലൂടെ തഴുകിത്തലോടിക്കൊണ്ട് പുറത്തു പോകുമ്പോൾ ആ കാറ്റ് തട്ടിയിട്ടുള്ള എല്ലാ ഈമാനിൻ്റെ തരിമ്പുള്ളവരും മരിച്ചു പോകുന്നു. ഈമാൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഈമാൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈമാനിനെ കുറിച്ച് ഹദീസിൽ കാണാം, തൗഹീദാണ് ഈമാൻ അല്ലേ. അൽ ഈമാൻ ബിദ്ഉൻ വസബഊന ശുഅബ ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനിന് 70 ചില്ലാനും ശാഖകളുണ്ട്. അതിൽ ഏറ്റവും അഫ്ളൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ പ്രഖ്യാപനം മനസ്സാ വാചാ കർമ്മണ അംഗീകരിച്ച് ഒട്ടനവധി ദുർബലതകളും പോരായ്മകളുമുള്ള മനുഷ്യന്മാർ, ശിർക്ക് ജീവിതത്തിലില്ലാത്തവർ, ഈമാനിൻ്റെ തരിമ്പ് അഥവാ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ഈ മനുഷ്യന്മാരുണ്ടല്ലോ മുവഹിദുകൾ, ആ യഥാർത്ഥ മുവഹിദുകളും അതിൽ ദുർബലതയുള്ള മുവഹിദുകളും അങ്ങനെ ഇടത്തരമായിട്ടുള്ള ആളുകളും ശിർക്കില്ലാത്തവരൊക്കെ ആ കാറ്റിൽ മരിച്ചു പോകും. പിന്നെ ഭൂമിയിൽ ഉണ്ടാകുന്ന ആരാ? പിന്നെ ഭൂമിയിൽ ജീവിക്കുന്നവര് മൃഗങ്ങൾക്ക് തുല്യമായ മനുഷ്യന്മാരായിരിക്കും. ഹിദായത്ത് തൊട്ടു തീണ്ടാത്ത മനുഷ്യന്മാർ അല്ലേ. ആ രൂപത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ ഈ കാറ്റിലൂടെ അവരെല്ലാവരും മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ ബാക്കിയാകുന്നത് ദുഷ്ടജന്തുക്കളെക്കാളും മോശമായ ചിന്താഗതിയുള്ള മനുഷ്യന്മാരാണ്. അവരുടെ അവസ്ഥ എന്താണെന്നറിയുമോ? അവരുടെ അവസ്ഥ, അവരെക്കുറിച്ച് പറയുന്നത് വന്യമൃഗങ്ങളുടെ ബുദ്ധിയെ അവർക്കുണ്ടാകുള്ളൂ. അന്ന് ബുദ്ധി ശരീരത്തിൽ എടുത്തു കളയും. മനുഷ്യന് വിവേകശക്തി എന്ന് പറയുന്നത് എടുത്തു കളയും. ഇന്നെ സത്യത്തിൽ മനുഷ്യന്മാർക്ക് വിവേകശക്തി ഇല്ല അല്ലേ. പത്രങ്ങളിൽ നമ്മൾ കാണുകയാണ്, സ്വന്തം ഉമ്മയെ ഉറക്ക് ഗുളിക കൊടുത്ത്, പാലിൽ മരുന്നിന് പകരം ഉറക്ക് ഗുളിക കൊടുത്തിട്ട് മദ്യപിച്ച് വന്ന് മാറി വിചാരം ചെയ്യുന്ന മക്കൾ. അതുപോലെ തന്നെ സ്വന്തം പിതാവിനെ
സ്വത്ത് തർക്കത്തിന്റെ പേരിൽ അമ്മിക്കല്ലെടുത്ത് മൂർത്താവടക്കി തച്ചു കൊല്ലുന്ന മക്കൾ, ഇങ്ങനെ തുടങ്ങി ഒട്ടനേകം മൃഗീയവും പൈശാചികവുമായ ക്രൂര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ബുദ്ധിയുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിക്ക്. വലിയ വലിയ ബുദ്ധിരാക്ഷസന്മാരെന്നറിയപ്പെടുന്നവർ പോലും നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ വായിച്ചില്ലേ? 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു സ്റ്റേറ്റിൽ ഒരു ഔലിയ ഉണ്ടായിരുന്നത്ര ഒരു സിദ്ധന്. ആ സിദ്ധന്റെ അവയവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണെന്ന് വിചാരിച്ചിട്ട് എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയി പഠിക്കുന്ന വലിയ വിവരമുള്ള മനുഷ്യന്മാരിൽ അവർ 4 ആളുകൾ പോയി ആ സിദ്ധന്റെ കൈകാലുകൾ മുറിച്ചു കൊണ്ടുവന്നു എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ബുദ്ധി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വിവേകശക്തി ഇല്ലാത്ത രൂപത്തിൽ, വേർതിരിവ് അറിയാൻ കഴിയാത്ത രൂപത്തിൽ നശിച്ച് കുത്തുവാളെടുക്കുന്ന ഒരു അവസ്ഥാവിശേഷം അന്നുണ്ടാകുമെന്നും സൽക്കർമ്മങ്ങൾ അംഗീകരിക്കുകയോ നീചകൃത്യങ്ങൾ വെടിയുകയോ ഇല്ല. അതാണ് അന്നത്തെ പ്രശ്നം. സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് അംഗീകരിക്കൂല, നീചകൃത്യങ്ങൾ ഒഴിവാക്കുമോ അതുമില്ല. എല്ലാ തമ്മാടിത്തരങ്ങളും ഉണ്ടാകുന്നതാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നടു റോട്ടിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ റോഡിൻ്റെ ഓരത്ത് വെച്ച് കണ്ട് പരിചയപ്പെട്ട ആണും പെണ്ണും അവിടെ വെച്ച് വ്യവസ്ഥരായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടും. അങ്ങനെ നടക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും, ഒന്നാ പൊന്തക്കാട്ടിലേക്ക് ഒന്ന് കടന്നൂടെ, ഒന്നു മാറിക്കടന്നൂടെ, ആളുകൾ പോകുന്ന വഴിയിൽ വേണോ എന്ന് ചോദിക്കും. അത്ര മോശപ്പെട്ട ഒരു സംസ്കാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാലം, അല്ലേ? കോഴിക്കോട് ടൗണിൽ പോലും വലിയൊരു വ്യാപാരിയുടെ മകൻ ടൗണിൽ കാർ നിർത്തിയിട്ട് ഗ്ലാസ് പൊന്തിച്ചിട്ട് അവൻ്റെ കാമുകിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, പിടിക്കപ്പെട്ടില്ലേ 5-6 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലേ? എത്ര സ്ഥലങ്ങളിൽ എന്തെല്ലാം നടക്കുന്നു പബ്ലിക്കായി. ഇവിടെ കുറച്ചൊക്കെ ആത്മീയമായ ചർച്ചകളും അതുപോലെ പരലോക ചിന്തകളും കുറച്ചൊക്കെ മുസ്ലിമീങ്ങൾ അത്തരത്തിലുള്ള ചിന്താഗതിയുള്ളത് കൊണ്ട് കടന്നു വരാതിരിക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും മേപ്പെടുത്ത് കുത്തിട്ട് നോക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രവചിച്ചതായി നടന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഒരു സ്വർണ്ണമല പ്രത്യക്ഷപ്പെടുകയാണ്. വലിയൊരു സ്വർണ്ണമല പ്രത്യക്ഷപ്പെടും. സ്വർണ്ണമല എന്ന് പറഞ്ഞാൽ ഇന്നും സൗദി അറേബ്യയുടെ പല ഭാഗത്തും സ്വർണ്ണ ഖനനങ്ങളുണ്ട്. അത് കണ്ടെടുക്കാൻ ആ രൂപത്തിലുള്ള മെഷീനുകൾ ഉപയോഗിച്ച് ചെയ്താൽ ഒട്ടനേകം പിന്നെ ഈ രൂപത്തിലുള്ള സ്വർണ്ണങ്ങൾ കിട്ടും, അല്ലേ? തങ്കങ്ങൾ തന്നെ എടുക്കാൻ പറ്റും. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെ പിന്നെ ഫിൽട്ടർ ചെയ്തെടുക്കല്ല, നേരെ സ്വർണ്ണമല കണ്ട് പ്രത്യക്ഷപ്പെട്ടു വരും. പുറത്തു നിന്ന് അതിൻ്റെ ഗനി പുറത്തേക്ക് ഇങ്ങോട്ട് വരും. ആർക്കും അത് വാരിക്കൊണ്ടുപോകാനും കൊത്തിക്കൊണ്ടുപോകാനും ചാക്കിലാക്കി കൊണ്ടുപോകാനും കഴിയുന്ന രൂപത്തിൽ ഇങ്ങനെ ദുനിയാവിനോട് വാഞ്ചയുള്ള, സമ്പത്തിനോട് താല്പര്യമുള്ള, ആഭരണത്തിനോട് ഭ്രമമുള്ള ഈ മനുഷ്യന്മാരെല്ലാവരും ആയുധങ്ങളുമായി അങ്ങോട്ട് ചെല്ലും. അങ്ങനെ ആ മലയിൽ വെച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും കൊലകളുമായി ഒട്ടനേകം ആളുകൾ മരിക്കുന്നു. റസൂൽ അതിൻ്റെ കണക്ക് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? 199 ആളുകളും അതിൽ മരണപ്പെട്ടു പോകുന്നു. അങ്ങനെ പുരുഷന്മാരുടെ മരണം വർദ്ധിക്കുമ്പോൾ സ്ത്രീകളുടെ അളവ് കൂടുകയാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഓരോരുത്തരും ആ വിജയി ഞാനായിരുന്നെങ്കിൽ എന്ന് അന്ന് വിചാരിക്കുമെന്നാണ്. ആ കാലഘട്ടത്തിൽ 40 സ്ത്രീകൾക്ക് ഒരു പുരുഷൻ എന്ന തോതിലായിരിക്കും. 40 സ്ത്രീകൾ ഒരു പുരുഷനിൽ അഭയം തേടുന്ന അവസ്ഥ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന് ശേഷം പുരുഷന്മാരുടെ എണ്ണം കുറയും, സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കും. അങ്ങനെ ആ രൂപത്തിൽ വർദ്ധിക്കുമ്പോൾ പിന്നെ സ്ത്രീകൾ സമൂഹത്തിൽ വർദ്ധിച്ചാലുണ്ടാകുന്ന ദുരന്തം നമുക്കറിയാലോ, അല്ലേ? എന്തായിരിക്കും? അങ്ങനെ ഒരു പുരുഷന് 40 സ്ത്രീ എന്ന തോതിൽ വർദ്ധിച്ചു വരുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഈ സമുദായം നശിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഞാൻ ആമുഖത്തിൽ കേൾപ്പിച്ച ഹദീസ് വരുന്നത് എന്ത്? ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, അന്ന് സ്വർണത്തിൻ്റെ സക്കാത്തുമായി അവർ ചുറ്റി നടക്കുന്നതാണ്, ആരും അത് സ്വീകരിക്കാനുണ്ടാവുകയില്ല. കണ്ടോ, സ്വർണത്തിൻ്റെ സക്കാത്തുമായിട്ട് അവരിങ്ങനെ ചുറ്റി നടക്കുന്നു, ആരും അത് സ്വീകരിക്കാനുണ്ടാവുകയില്ല. അങ്ങനെ അത് സ്വീകരിക്കാൻ ഇല്ലാതെ ഓരോരുത്തരും സുഭിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് മതിമറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം എന്താണ്, അവസ്ഥ എന്താണ്? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, റസൂൽ പറയുന്നു, മദീന മുനവ്വറയെ അതിൻ്റെ ഏറ്റവും ക്ഷേമാവസ്ഥയിൽ, അതിൻ്റെ ക്ഷാമാവസ്ഥയല്ല, സൗദി അറേബ്യക്ക് ക്ഷാമമുള്ള അവസ്ഥ ഉണ്ടാവുകയില്ല ഒരിക്കലും. മറിച്ച് അതിൻ്റെ ക്ഷേമാവസ്ഥയിൽ തന്നെ ഏറ്റവും നല്ല സമ്പുഷ്ടിയുള്ള, എല്ലാ നിലക്കും വിഭവസമൃദ്ധമായ, എല്ലാ നിലക്കും നല്ല അന്തരീക്ഷമുള്ള അവസ്ഥയിൽ തന്നെ തൗബ ചെയ്യുവാൻ, ഹജ്ജ് ചെയ്യുവാൻ, ഇബാദത്ത് ചെയ്യുവാൻ, ഉംറ നിർവഹിക്കുവാൻ റമദാൻ പ്രതീക്ഷിച്ചുകൊണ്ടോ ഒന്നും തന്നെ ആളുകൾ പോകുന്നില്ല. കാരണം എന്താ? മുവഹിദുകളൊക്കെ ഈ നബിയോടുകൂടെ മരിച്ചുപോയി. പിന്നെയുള്ള മനുഷ്യന്മാർ സൽക്കർമ്മങ്ങൾ അംഗീകരിക്കാത്തവരാണ്, നീചകൃത്യങ്ങൾ വെടിയാത്തവരാണ്, മൃഗങ്ങളെക്കാൾ മോശമായ ചിന്തയാണ്, യഥാ വിവേകബുദ്ധി എടുത്തു കളഞ്ഞ വർഗമാണ്. അതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാം, മക്കയും മദീനയും കാട് മൂടപ്പെടുകയാണ്.
മക്കയും മദീനയും കാടുമൂടുന്ന അവസ്ഥ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയോ? ഇന്ന് പ്രിയപ്പെട്ടവരെ, ഏത് ഇരുട്ടിൽ ചെന്ന് നോക്കിയാലോ, 3 മണിക്കല്ല 2 മണി 2:30 മണിക്കൊക്കെ ചെന്ന് നോക്കിയാലോ ഇത് പകലാണെന്ന് തോന്നുമാറ് അത്രയും വെളിച്ചങ്ങൾ കൊണ്ട്, ആളുകളെ കൊണ്ട്, അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ കൊണ്ട് ആളുകൾ അവിടെ ജനനിബിഡമാണെങ്കിൽ ആ പ്രദേശത്തേക്ക് തൗബ ചെയ്യാൻ ആളുകൾ പോകാതെ മക്കയിലും മദീനയിലുമുള്ള പ്രദേശങ്ങൾ മുഴുവൻ കാട് മൂടപ്പെടുകയാണ്. അങ്ങനെ ആ കാട് മൂടപ്പെട്ട പ്രദേശത്തേക്ക് ആടുകളെ തീറ്റാൻ വേണ്ടിയിട്ട് അവസാനമായി ഒരു ആള് പിന്നെ അവിടെ ആ പ്രദേശം ലക്ഷ്യം വെച്ചുകൊണ്ട്, മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആടുകളെ മേക്കുന്ന മുസൈന വംശക്കാരിൽപ്പെട്ട 2 ആട്ടിടയന്മാരാണ് അവിടേക്ക് വരിക. പക്ഷേ ആ പുണ്യമായ പ്രദേശത്ത് ഭൂമിയിലേക്ക് അവർക്ക് കാലുകുത്താൻ കഴിയില്ല. മറിച്ച് അവർ സനിയത്തുൽ വദാ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തുമ്പോഴേക്കും മുഖം കുത്തി വീഴുന്നതാണ്. അവർക്ക് അവിടെ കയറാൻ പറ്റൂല, അവിടെ ആടിനെ തീറ്റാൻ കഴിയില്ല. അങ്ങനെ ആളുകൾ ലക്ഷ്യമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം സഹോദരങ്ങളെ. ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ ആ ഹദീസ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തരട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. എന്താ കേട്ടോളൂ. യഅതി അലന്നാസു സമാനുൻ യതബാഹുന ഫിൽ മസ്ജിദി. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, യഅതി അലന്നാസു സമാനുൻ, ഒരു കാലം വരാനുണ്ട്. ആ കാലഘട്ടത്തിൽ യതബാഹുന ഫിൽ മസ്ജിദി, പള്ളികളെ കൊണ്ട് ആളുകൾ പെരുമ നടിക്കുകയാണ്. അല്ലോ, ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ പള്ളികൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പള്ളികളെ കൊണ്ട് പെരുമ നടിച്ചിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? സുമ്മലാ യഅ്മറൂന ഇല്ലാ ഖലീലാ, പരിചാരകന്മാർ കുറച്ച് മാത്രമേ ഉണ്ടാകൂ. അന്ത്യനാളുടെ അടയാളമായി സംഭവിക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഇതാ കേട്ടോളൂ, അതിൻ്റെ തൊട്ടു താഴെയുള്ള മറ്റൊരു ഹദീസിൽ യഅതി അലന്നാസു സമാനുൻ, കാലം പുരോഗമിക്കുമ്പോൾ ഈ ഉമ്മത്തിൽ ഒരു അവസ്ഥ വരാനുണ്ട്. എന്താണ്? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറാ വഹിയ ഖറാബും മിനൽ ഹുദാ ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ് സമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ഇസ്ലാം കേവലം പേരിൽ മാത്രമായിരിക്കും. മജീദും അഹ്മദും ഫാത്തിമയും പോക്കരും ഒക്കെ ആയി മാറും. പക്ഷേ അതിൻ്റെ ആ സമർപ്പണം ഉണ്ടാവൂല. യഥാർത്ഥത്തിൽ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് പറഞ്ഞൊരു മുസ്ലിമായി കൊണ്ട് ജീവിക്കുന്നുണ്ടാവൂല. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആൻ അതിൻ്റെ ലിപികളിൽ മാത്രം ഒതുങ്ങുന്നതാണ്. ഹിഫ്ളുള്ളവരില്ല, ഖുർആൻ ഓതുന്നവരില്ല, ഖുർആൻ സെന്ററുകളില്ല, അത് പഠിക്കുവാനുള്ള താല്പര്യമില്ല. ഇതൊക്കെ സഹോദര ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇനിയും അന്ത്യനാളിൽ ഒരുപാടുണ്ടല്ലോ എന്നാണ്. എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇതില്ലാത്ത അവസ്ഥയാണ്. കോടാനുകോടി മനുഷ്യന്മാരിൽ മുസ്ലിമീങ്ങളിൽ തന്നെ ലക്ഷ്യം കാണാത്തവരാണ്, ഈ പറഞ്ഞ ലക്ഷണങ്ങളിലൂടെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മസാജിദുഹും ആമിറാ, മസ്ജിദുകളൊക്കെ മനോഹരമായി പടുത്തുയർത്തുകയാണ്. വലിയ മിനാരങ്ങളുണ്ട്, വലിയ കുബ്ബകളുണ്ട്, മുന്തിയ പെയിന്റുണ്ട്, കാർപ്പറ്റുകളുണ്ട്, നല്ല ഫർണിച്ചറുകളുണ്ട്, AC കണക്ഷനുണ്ട്, ഫാനുകളുണ്ട്, ലൈറ്റുകളുണ്ട്. പക്ഷേ വഹിയ ഖറാമും മിനൽ ഹുദാ, ഹിദായത്ത് തൊട്ടു തീണ്ടിയിട്ടില്ല പള്ളിയിൽ. പള്ളിയുടെ ഗുണം എന്താണോ അത് യഥാർത്ഥത്തിൽ ആ പള്ളിയിലില്ല. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ആ പള്ളിയിൽ വെച്ചുകൊണ്ട് പടച്ചവനോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കല്ല കേട്ടോ എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷണമാണ് പള്ളിയിൽ ഉണ്ടാകേണ്ടതെങ്കിൽ സഹോദരങ്ങളെ, മുജാഹിദുകളായ നമ്മുടെ കൈകളിലുള്ള പള്ളികളിലല്ലാതെ ഇന്ന് ലോകത്തിൻ്റെ ഭൂരിപക്ഷം, ലോകത്തിൻ്റെ പിന്നെ മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകളെ നയിക്കുന്ന ഈ പണ്ഡിതന്മാരുടെ കീഴിലുള്ള മിമ്പറുകൾ എന്താ അവസ്ഥ? അവിടെയുള്ള മിഹ്റാബുകളിൽ എന്താ നടക്കുന്നത്? അല്ലാഹു തആലക്ക് പുറമെയുള്ളവരോട് ദുആ ചെയ്യുന്ന, നേർച്ച കൊടുക്കുന്ന, അവരുടെ പേരിൽ ഏറ്റവും കുഫറും ശിർക്കുമടങ്ങുന്ന വിശ്വാസങ്ങളല്ലേ പള്ളിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റസൂൽ പറയുന്നത്, ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ് സമാ, അന്ന് ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിലുള്ള പണ്ഡിതന്മാർ നികിട്ട ജന്തുക്കളായിരിക്കും. ആ പണ്ഡിതന്മാർ നികിട്ട ജന്തുക്കളായിരിക്കുമെന്ന് പറയാൻ കാരണം എന്താണ്? പണ്ഡിതന്മാര് യഥാർത്ഥത്തിൽ അമ്പിയാക്കന്മാരുടെ
അനന്തരാവകാശികളാണ്. അമ്പിയാക്കന്മാർ പഠിപ്പിച്ച ആദർശവും സംസ്കാരവും പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടവര് ആ പ്രമാണത്തെ വലിച്ചെറിഞ്ഞ് ഒട്ടനേകം കെട്ടുകഥകളില്, അന്ധവിശ്വാസങ്ങളില്, അനാചാരങ്ങളിൽ സമുദായത്തെ കെട്ടിക്കുടുക്കിയിട്ട് അവരെ നരകാഗ്നിയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ സുന്നി പള്ളികളിൽ നിന്ന് ഖുതുബ കേട്ടുകൊണ്ട് ഇറങ്ങുന്ന മുസൽമാന്മാർക്ക് ഹിദായത്ത് കിട്ടുന്നുണ്ടോ? അവരെ ജീവിതത്തിൽ വെളിച്ചമുണ്ടോ? അവരെ സംസ്കാരം നന്നാകുന്നുണ്ടോ? ഞാൻ ആക്ഷേപിക്കുകയല്ല. ഇന്ന് പത്രകോളം എടുത്ത് പരിശോധിക്ക്, മാധ്യമങ്ങൾ പരിശോധിക്ക്, വാർത്ത അതുപോലെ തന്നെയുള്ള ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കണ്ണോടിക്ക്. അവിടെയെല്ലാം ഒട്ടനേകം പ്രതികൾ പിടിക്കപ്പെടുകയാണ്. വ്യഭിചരിച്ചതിന്റെ പേരില്, മദ്യപിച്ചതിന്റെ പേരില്, കട്ടതിന്റെ പേരില്, പിടിച്ചുപറിച്ചതിന്റെ പേരില്, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരില്, കള്ളക്കടത്ത് നടത്തിയതിന്റെ പേരില്, കൊള്ളിവെപ്പും തീവ്രവാദവും കൊലപാതകവും നടത്തിയതിന്റെ പേരില്. ആരാ സഹോദര അവിടെ ഉള്ളത്? മജീദ് എന്ന പേരുള്ളവനല്ലേ? നാസർ എന്ന പേരുള്ളവനല്ലേ? അതുപോലെയുള്ള മുസൽമാന്മാരുടെ നാമങ്ങളല്ലേ മുൻപന്തിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ പേരുകൾ നിങ്ങൾ പത്രത്തിൽ നിന്ന് എടുത്തിട്ട് ആ പ്രദേശം നിങ്ങൾ പരിശോധിച്ചൊന്ന് പോയി നോക്ക്. അറബി ഭാഷയിൽ ഖുതുബ കേൾക്കുന്ന മിമ്പറിന്റെ ചുവട്ടിലിരിക്കുന്നവനാണ് ഇത്തരത്തിലുള്ള തമ്മാടിത്തരങ്ങളിലേക്ക് കൂടുതൽ പോകുന്നത്. അതിൻ്റെ അർത്ഥം മലയാള ഖുതുബ കേട്ടാൽ അതോടുകൂടി എല്ലാം നന്നായി എന്നോ, പിന്നെ അവന്റെ ജീവിതത്തിൽ ഒരു തെറ്റുമുണ്ടാകൂല എന്നല്ല. ഏറെക്കുറെ സംസ്കരിക്കപ്പെടുന്നത് ഈ വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അധ്യാപനങ്ങൾ ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ റസൂൽ നടത്തിയ ഖുതുബ പോലെയുള്ള ഏറ്റവും നല്ല ഖുതുബയില്ലേ? കാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ എന്തായിരുന്നു? യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. ഖുർആൻ ഓതിക്കൊണ്ട് ജനങ്ങളെ സംസ്കരിക്കലായിരുന്നു. അതുകൊണ്ട് ആ സംസ്കരണം ഇന്ന് കിട്ടുന്നില്ല. അത് കിട്ടാത്ത ഒട്ടനേകം പള്ളികൾ ഇന്ന് കേരളത്തിലുള്ളത് കൊണ്ടല്ലേ ആത്മഹത്യ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്റ്റേറ്റ് ഏതാ? കേരളമാണ്. അതുപോലെ തന്നെ കൊലപാതകം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏതാ? കേരളമാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെയാ? കേരളത്തിലാണ്. വ്യഭിചാരം ഏറ്റവും കൂടുതൽ എവിടെയാ? കേരളത്തിലാണ്. ആത്മഹത്യകൾ ഏറ്റവും കൂടുതൽ എവിടെയാ? കേരളത്തിലാണ്. ഏതേത് തിന്മകളെടുത്ത് പരിശോധിച്ചാലും അത് കേരളക്കരയിലാണ് സഹോദരങ്ങളെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരെ നയിക്കുന്ന പണ്ഡിതന്മാർ ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ്സമാ, ആകാശത്തിന്റെ ചുവട്ടിലെ നികിട്ട ജന്തുക്കളായിരിക്കും അന്നത്തെ ഉലമാക്കൾ എന്ന് റസൂൽ പറഞ്ഞതില് ഈ ആളുകൾ പെട്ടുപോകുമോ എന്ന് നമുക്കറിയില്ല. അല്ലാഹു തആല ഈ സമുദായത്തെ രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാലാമതായി യജൂജ് മഅജൂജിന്റെ ശർറ് കഴിഞ്ഞാൽ പിന്നീട് ഈ രൂപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ ഉപദേശിക്കുവാൻ, അന്ത്യനാളിനെ കുറിച്ച് താക്കീത് ചെയ്യുവാൻ, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ലോകാവസാനം വരാനായിരിക്കുന്നു എന്ന് പറയുവാൻ അവരിലേക്ക് ഒരു ജീവിയത പുറപ്പെട്ടു വരികയാണ്. അതാണ് നാലാമത്തെ അടയാളം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. വഇദാ വഖൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബത്തും മിനൽ അർളി തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യൂഖിനൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംൽ 82-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. കേട്ടോളൂ. ആ വാക്ക് അവരുടെ മേലെ സംഭവിച്ചു കഴിഞ്ഞാൽ, ആ വാക്ക് അവരുടെ മേൽ വന്നു ഭവിച്ചു കഴിഞ്ഞാൽ ഒരു ജന്തുവിനെ നാം അവരുടെ അടുക്കലേക്ക് പുറപ്പെടുവിക്കുന്നതാണ്. ആ ജന്തുവിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ആ ജന്തുവിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യുഖിനൂൻ. മനുഷ്യർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയാണ് എന്ന വിഷയം അവരെ ഉണർത്തും ആ ജന്തു. അല്ലാഹു തആലയിലേക്ക് നിങ്ങൾ മടങ്ങണം. നിങ്ങൾ റബ്ബിനെ പേടിക്കണം. ലോകാവസാനത്തെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മരണാനന്തര ജീവിതം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉത്ബോധനങ്ങൾ അവർക്ക് കൊടുക്കും. പക്ഷേ ആ ഉത്ബോധനങ്ങൾ കേൾക്കുവാൻ താല്പര്യമില്ലാത്ത സമൂഹമായി അവർ മാറുമ്പോൾ അവരെ സംബന്ധിച്ച് പിന്നെ എന്താണ് അവർക്കുള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനി അഞ്ചാമത്തെ അടയാളമാണ് അതിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. അഥവാ പിന്നീട് തൗബ ചെയ്യുവാൻ ഈ ഉപദേശങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടും ഒന്നും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞ മനുഷ്യന്മാർ തൗബ ചെയ്യുവാൻ ഒരുങ്ങുന്ന അഞ്ചാമത്തെ അടയാളം ഏതാണ്? സൂര്യനവർ എഴുന്നേൽക്കുമ്പോ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയാണ്. ഇത്രകാലം സൂര്യൻ കിഴക്കുന്ന ഉദിച്ചത് അല്ലേ? ആ ഉദിച്ച സൂര്യൻ ഒരു സുപ്രഭാതത്തിൽ പടിഞ്ഞാറ് നിന്ന് തലപൊക്കി വരുമ്പോൾ അപ്പോഴാണ് ചില ആളുകൾക്ക് ബോധം വരിക. അപ്പോഴാണ് ചില ആളുകൾ ചിന്തിക്കുക,
കാരണം തൗഹീദില്ലെങ്കിലും അന്നും വിശ്വാസങ്ങളും മറ്റുള്ളതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇന്നും അത്തരത്തിൽ ആളുകൾ ഉണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാളിന്റെ അടയാളങ്ങളും മറ്റുള്ളതൊക്കെ അവർ കേട്ടിട്ടുണ്ടാവും. പക്ഷേ തൗഹീദില്ലാത്തതിന്റെ പേരിൽ ഈസാ നബിയുടെ കൂടെ മരിച്ചു പോകാൻ കഴിയാത്തവരാണ്. ആ സൈസ് മനുഷ്യന്മാർക്ക് അന്ന് നേതൃത്വം കൊടുത്ത ആളുകളുണ്ടാവും, അവർക്കന്ന് പള്ളി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ അവരെ നയിക്കുന്ന പണ്ഡിതന്മാരുടെ നിലവാരത്തെക്കാൾ താഴ്ന്ന നിലവാരമുള്ള മനുഷ്യന്മാർക്ക്, ബോധമില്ലാതെ ജീവിക്കുന്നവർക്ക് ഇത് കാണുമ്പോൾ ബോധമുണ്ടാകും. അപ്പോൾ അവർ റബ്ബിലേക്ക് കൈ ഉയർത്തുകയാണ്, നാഥാ പറ്റിപ്പോയി റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈ ഉയർത്തും. പക്ഷേ തൗബയുടെ കവാടം അതോടുകൂടി അടച്ചു കളഞ്ഞു. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ പിന്നെ ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹുവിലേക്ക് കയറൂല. കഴിഞ്ഞു. പിന്നെ നഷ്ടത്തിൽ പറ്റിയ ആളുകൾ മുഴുവൻ അവരെ അടക്കമാണ് പിന്നീട് ഭൂമി വിഴുങ്ങുന്നതും അടിച്ച് ധൂളികളാക്കുന്നതും പ്രപഞ്ചം മുഴുവൻ ലോകാവസാനത്തിലേക്ക് നീങ്ങുന്നതും അല്ലേ? ആ രൂപത്തിലാണ് സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട 5 ഞാനിവിടെ വിശദീകരിച്ചത് അല്ലേ? ഈ 5 അവഗണിക്കരുത് നമ്മൾ. ഇത് നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരമക്കൾക്കും വരുന്ന തലമുറകൾക്കുമൊക്കെ ഇത് പകർന്നു കൊടുക്കണം. ഈ ബോധത്തോടു കൂടി അവരെ വളർത്തണം. ദജ്ജാലിൻ്റെ ഉപദ്രവത്തിൽ രക്ഷപ്പെടുവാനുള്ള ഈമാനിക കവചം നമ്മുടെ കൈകളിൽ ഉണ്ടാകണം. അതില്ലെങ്കിൽ നഷ്ടം പറ്റിപ്പോകും. നമ്മളൊക്കെ കേമലിയുടെ കാലം മുതൽ മെമ്പർഷിപ്പ് ഉള്ളവരാണ്, MCCയുടെ കാലം മുതൽ മെമ്പർഷിപ്പ് ഉള്ളവരാണ്. നമ്മളൊക്കെ പതറ് ഇവിടെ അതിനേക്കാളും വലിയ ദജ്ജാലുകൾ വന്നിട്ട് നമ്മളെ ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീമ്പളക്കാനൊന്നും നമുക്ക് വകുപ്പില്ല. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ എന്ന് റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. പടച്ചവനെ, അറിഞ്ഞുകൊണ്ട് വല്ല ശിർക്കും ഞാൻ ചെയ്യുന്നതിൽ നിന്ന്, അറിയാതെ വല്ല ശിർക്കും വന്നു പോകുന്നതിൽ നിന്ന് ഞാൻ ഇതാ റബ്ബേ നിന്നോട് രക്ഷ തേടുന്നു. അതുപോലെ റബ്ബനാ ഹബ് ലനാ റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ എന്നുള്ള പ്രാർത്ഥനകളൊക്കെ നിരന്തരമായി നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാളിൻ്റെ അടയാളമായി കൊണ്ട് 15 കാര്യങ്ങൾ വിശദീകരിച്ച ഒരു ഹദീസിൽ കാണാം. ആ ഹദീസിൽ വളരെ വ്യക്തമായി വന്നിട്ടുണ്ട്. എന്ത്? എൻ്റെ ഉമ്മത്തിന് ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടം വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ അവസ്ഥ എന്താണെന്നറിയോ? കേട്ടോളൂ. സതഖൂനു ഫിത്ന ഖിത്ഇൽ ലൈലിൽ മുസ്ലിം ഇരുണ്ട മേഘങ്ങൾ പോലെ ഫിത്നകൾ എൻ്റെ ഉമ്മത്തിൽ കൊഴിഞ്ഞു വീഴുന്നതാണ്. സഹോദരങ്ങളെ, ഇന്ന് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയായി തൗഹീദും സുന്നത്തും അനുസരിച്ച് ഒരു മുത്തഖിയായി ജീവിക്കുവാൻ കഴിയുന്ന അവസ്ഥയുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അവൻ എത്രമാത്രം വലിയ പരീക്ഷണത്തിലാണ് അല്ലേ? റസൂൽ പറഞ്ഞില്ലേ, ഫഇന്ന മിൻ വറായിക്കും അയ്യാമൻ അസ്ബറു ഫീഹിന്ന മിസ്ലുൽ ഖബ്ലി അലൽ ജംബ്ര. തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയാണ് നന്മയിലൂടെ ജീവിക്കുന്ന ആളുകൾ അല്ലേ? തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെ നന്മയിലൂടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം വരുന്നതാണ്. എന്താണ്? നന്മയനുസരിച്ച് ജീവിക്കുന്നവൻ്റെ അവസ്ഥ അന്ന് തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയായിരിക്കും. അടുപ്പിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീക്കട്ട കയ്യിൽ പിടിച്ചിട്ട് 50,000 രൂപ തരാ, ഒരു 10 മിനിറ്റ് അവിടെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ 50 പോയിട്ട് 5 റുപ്യ എന്നാലും നമ്മൾ പിടിക്കൂല, നമ്മൾ വേഗടും. കാരണം എന്താ? അത്രയും വേദനയാണ്, സഹിക്കാൻ കഴിയാത്തതാണ്. ആ രൂപത്തിൽ താൻ ഉൾക്കൊള്ളുന്ന ആദർശത്തിൽ ജീവിക്കുവാൻ കഴിയാത്ത വിധം വഴിതെറ്റിപ്പോകുന്ന ഒട്ടനേകം ത്വരീഖത്തുകൾ, ഒട്ടനേകം പിഴച്ച ആദർശങ്ങൾ, ഒട്ടനേകം ചിന്താധാരകൾ വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ പേരിൽ തന്നെ കടന്നു വരുമ്പോ യഥാർത്ഥ മാർഗത്തിലൂടെ നന്മയിലൂടെ ജീവിക്കുന്ന ആളുകൾ ആരാ? അവർക്കുള്ള പ്രതിഫലം എത്രയാ? ലിൽ ആമിലി ഫീഹിന്ന മിസ്ലു അജ്ലി 50 റജുലാ യഅമലൂന മിസ്ല അമലിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അന്ന് നന്മയിലൂടെ ജീവിക്കുന്നവരുണ്ടല്ലോ, അന്ന് സമൃദ്ധമായി താടി വെച്ചവരുണ്ടല്ലോ, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചവരുണ്ടല്ലോ, ആദർശത്തിൽ കണിശത പുലർത്തിയവരുണ്ടല്ലോ, വിട്ടുവീഴ്ചയില്ലാതെ ആദർശത്തിന് വേണ്ടി പടപൊരുതിയവരുണ്ടല്ലോ, ഇസ്ലാമിന്റെ സംസ്കാരം മുറുകെ പിടിച്ചവരുണ്ടല്ലോ, അവർക്ക് 50 ആളുകളുടെ പുണ്യമാണ്. 50 ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ 50 ആളുകൾ അന്നത്തെ 50 ആളുകളല്ല, മറിച്ച് മിസ്ലു പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അജ്റു 50 മിൻകും. സ്വഹാബികളോട് നിങ്ങളിൽപ്പെട്ട 50 ആളുകളുടെ പുണ്യമാണ് അന്നത്തെ ഒരാൾക്ക് കിട്ടിയ. ഒരു സ്വഹാബിക്ക് തന്നെ ഉള്ള പുണ്യം എത്രയാണ്? ഒരു സ്വഹാബി തന്നെ റബ്ബിന്റെ സന്നിധിയിലുള്ള പദവി എത്രയാണ്? അങ്ങനെയുള്ള 50 സ്വഹാബികൾ ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പുണ്യമാണ്. സഹോദര, ഇന്ന് നമ്മൾ ഇസ്ലാമിന്റെ ഒരു പുണ്യം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ, ഇസ്ലാമിന്റെ പാതയിൽ
മാർഗത്തിലൂടെ ജീവിച്ചാൽ എന്തുമാത്രം അന്തസ്സുള്ളൊരു കാലമാണിത്. അല്പമൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലോ, ഒരുപാട് ദുനിയാവിൻ്റെ ഈ രൂപത്തിലുള്ള പിന്നെ കൂമ്പാരങ്ങൾ നമ്മുടെ മുമ്പിൽ തടസ്സമായി വന്നാലോ അതെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. തന്റെ രക്ഷിതാവിന്റെ മഖാമിനെ ഭയപ്പെട്ടുകൊണ്ട് ദേഹേച്ഛകളെ പിടിച്ചു വെക്കുന്നവനാരോ അവനുള്ളതാണ് ജന്നാത്തുൽ ഫിർദൗസ്, അവനുള്ളതാണ് സ്വർഗത്തോപ്പ്. എന്നാൽ ഈ ദേഹേച്ഛകളെ പിടിച്ചു വെക്കാതെ ഒഴുക്കിനൊത്ത് ഒഴുകിക്കൊണ്ട് തോന്നിയ രൂപത്തിലൊക്കെ നീങ്ങുകയാണെങ്കിലോ അങ്ങനെയുള്ളവർക്ക് കത്തിജ്വലിക്കുന്ന നരകമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ ഹദീസ് കൂടെ വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു കാലം വരുമ്പോ അന്ന് പ്രഭാതത്തിൽ മുഅ്മിനായവർ പ്രദോഷത്തിൽ കാഫിറാകുന്നു അല്ലേ? ജീവിതത്തിന്റെ അന്തിമഘട്ടം തൗഹീദിന് വേണ്ടി പേനയുന്നവർ, തൗഹീദിന് വേണ്ടി ധാരാളമായി നാവ് കൊണ്ട് സംസാരിച്ചവർ, ഒട്ടനേകം ആളുകൾക്ക് ഈ ഈമാനിന്റെ ഇസ്ലാഹിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത മനുഷ്യന്മാർ ജീവിതത്തിന്റെ അന്തിമഘട്ടത്തിൽ വ്യതിചലിച്ച് ഭയാനകരമായ അപകടത്തിലേക്ക് എത്തി നരകാഗ്നിയുടെ മാർഗം തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ വളയത്തിൽ, നമ്മുടെ പിന്നെ ചുറ്റുപാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തൗഹീദിന് വേണ്ടി പേനയുന്തിയ ആളുകൾ, അതിനുവേണ്ടി ഒട്ടനേകം മാർഗങ്ങൾ അല്ലേ? ഖുർആൻ മാത്രമാണ് പ്രമാണം, ഹദീസ് പ്രമാണമല്ലെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ചേകന്നൂർ, ഈ ചേകന്നൂർ മൗലവി ആരായിരുന്ന ഒരു കാലത്ത് തൗഹീദിന് വേണ്ടി സംസാരിച്ച ഗർജ സിംഹമായിരുന്നു. പേന കൊണ്ട് മറ്റുള്ളവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കിയ ആളായിരുന്നു. അത്രമാത്രം വിജ്ഞാനമുള്ള, അത്രമാത്രം ആദർശ കണിശതയുള്ള മനുഷ്യനെ ശൈത്വാൻ വഴിതെറ്റിച്ചു. എന്തുണ്ടായി? അദ്ദേഹത്തിന് സിറാത്തുൽ മുസ്തഖീമിലൂടെ ജീവിച്ച് മരിക്കുവാൻ സാധിച്ചില്ല. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യുദ്ധക്കളത്തിൽ ശക്തമായി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പടപൊരുതിയ ഒരു സ്വഹാബി, ആ സ്വഹാബിയുടെ പ്രവർത്തനം കണ്ടിട്ട് സ്വഹാബികൾ പോലും അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ അയാൾ ആ സ്വഹാബിയെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മാറി മാറി തിരിഞ്ഞും മറിഞ്ഞും മിന്നി മറിഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന യുദ്ധം കണ്ടുകൊണ്ട് ആ ബാഹ്യമായ പ്രകടനത്തിലൂടെ സ്വഹാബികൾ പറഞ്ഞു പോയി അയാൾക്ക് സ്വർഗം തന്നെയാണ്. റസൂലുള്ള ഇത് കേട്ടുകൊണ്ട് വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹ് അറിയിച്ചു കൊടുത്തതനുസരിച്ച് റസൂലുള്ള പറയുന്നു, അല്ല, അയാൾ നരകത്തിലാണ്. യുദ്ധം കഴിഞ്ഞു, സ്വഹാബികൾ തിരിഞ്ഞു പോന്നപ്പോൾ ഈ സ്വഹാബിയില്ല, മരിച്ചു പോയിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്. യുദ്ധക്കളത്തിൽ പരതി നോക്കുമ്പോൾ എന്താ അവസ്ഥ? അദ്ദേഹത്തിന്റെ സ്വന്തം വാള് മണലിൽ താഴ്ത്തിയിറക്കി അതിൻ്റെ മുകളിൽ കമിഴ്ന്ന് കിടന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ശക്തമായി ശത്രുനിരയിലേക്ക് തുളച്ചു കയറി ഒരുപാട് ആളുകളെ തൻ്റെ വാളുകൊണ്ട് പരിക്കേൽപ്പിച്ച് ശിരസ് അറുത്ത് വീഴ്ത്തിയ ആള് ശരീരത്തിൽ ഒരു വെട്ടേറ്റ്, ഒരു മുറിവേറ്റ് അത് സഹിക്കാൻ കഴിയാതെ ശപിച്ചുകൊണ്ട് അദ്ദേഹം വാള് നിലത്ത് കുത്തി അത് നമുക്ക് കൗന്നു വീണതാണ്. ദുർബല നിമിഷമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊരുതിക്കൊണ്ടിരിക്കെ നരകാഗ്നിയുടെ മാർഗത്തിലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ ശാശ്വതമായ നരകത്തിലെന്നല്ല, നരകാഗ്നിയിലേക്ക് സ്വന്തം ശരീരത്തെ ആത്മഹത്യത്തിലേക്ക് എത്തിച്ചതിന്റെ ഫലമായി എത്തി അല്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഫിർഔന്റെ കൊട്ടാരത്തിൽ ഒരു സംവാദം നടന്നില്ലേ? ആ സംവാദം നടന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഅ്ജിസത്ത് കണ്ടിട്ട് അല്ലാഹു തആല പ്രകടിപ്പിച്ച ദിട്ടാന്തം കണ്ടുകൊണ്ട് അന്ന് കയറും വടികളും ഒക്കെ പാമ്പാക്കിയിട്ട ആളുകൾ, ഒരുപാട് ദുനിയാവ് ആഗ്രഹിച്ച് ഫിർഔന്റെ കൂടെ കൂടിയവര് പ്രമാണം കിട്ടിയപ്പോൾ തിരിച്ചു വന്നില്ലേ? അവര് അല്ലാഹു തആലയിൽ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഇടത് കൈയും വലത് കാലും ഇടത് കൈയും ഛേദിച്ചുകൊണ്ട് അവിടെ ക്രൂശീകരിക്കപ്പെട്ടില്ലേ? ആ ആളുകളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? വകാനൂ ഫി അവ്വലന്നാരി സഹറതൻ കഫറാ വകാനൂ ഫി ആഖിരിൻ നഹാരി ശുഹദാ അബററാ. അവർ രാവിലെ കൊട്ടാരത്തിലേക്ക് വന്നത് കാഫിറുകളായിട്ടാണ്, ദുനിയാവ് ആഗ്രഹിച്ചിട്ടാണ്. പക്ഷേ തെളിവ് കിട്ടി ഈമാൻ ഹൃദയത്തിൽ കയറിയപ്പോ വകാനൂ ഫി ആഖിരിൻ നഹാരി, അവർ പ്രദോഷമായപ്പോഴേക്കും ശുഹദാ അബററാ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ശുഹദാക്കളായി യാത്ര പോയി. ഇങ്ങനെ പല ആളുകളെയും നമ്മൾ കാണുകയാണ് അല്ലേ? ജീവിതത്തിൽ സകല ആളുകളുടെയും ശാപം പേറി, മലക്കളുടെ ശാപം പേറി, മുസ്ലിമീങ്ങളെന്നല്ല സകല മനുഷ്യന്മാരും ശാപം പേറി മദ്യപാനത്തിലും പലിശയിലും വ്യഭിചാരത്തിലും സകലമാന ഗുണ്ടായിസത്തിലും തമ്മാടിത്തരങ്ങളിലും ജീവിതം മുഴുവൻ കലക്കി കുടിച്ച ആളുകൾ.
ജീവിതത്തിൽ ചെയ്യാത്ത തെറ്റുകളില്ലാത്ത മനുഷ്യന്മാർ ഒരു സുപ്രഭാതത്തിൽ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ഹിദായത്തിൽ വരികയും സ്വർഗത്തിൻ്റെ പാത തെരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ്. എല്ലാവർക്കും അല്ലാഹു തആല ആ മാർഗത്തിൽ അടിയുറച്ച് മരിച്ചു പോകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട സംഗതിയാണ്. വിശദീകരണം ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പിന്നീട് പറഞ്ഞ 15 കാര്യത്തിലെ 14ാമത്തെ കാര്യം എന്താണ്? റസൂലുള്ള പറയാണ്, ഇദത്തുഹിദൽ ഫൈഉദിവലം, പൊതുസ്വത്ത് സ്വന്തം പൊത്തുപോലെ ഉപയോഗിക്കുകയാണ്. പൊതുസ്വത്ത് അത് അന്യൻ്റെതാണ്, അത് ഒരിക്കലും സ്വന്തം സ്വത്ത് പോലെ ഉപയോഗിക്കാൻ പാടില്ല. യതീമിനെ പരിചരിക്കുന്നവനോട് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവനെ പരിചരിക്കുവാൻ ആവശ്യമായ ചെലവുകളിൽക്കപ്പുറം ഒരു ദിർഹം പോലും ഇവൻ്റെത് പറ്റിയാൽ ഇന്നമാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം നാറാ, അവരുടെ വയറിലേക്ക് അവർ തിന്നിറക്കുന്നത് തീജ്വാലയാണെന്നാണ്, അല്ലേ? അപ്പോൾ ഒരിക്കലും തന്നെ ഒരു ഹറാമിൻ്റെ പൊട്ട് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. പക്ഷേ ഇന്ന് പലപ്പോഴും സ്വന്തം കുടുംബത്തിൽ ജ്യേഷ്ഠനാകട്ടെ, അമ്മാവനാകട്ടെ, അല്ലെങ്കിൽ സ്വന്തം അയൽവാസിയാകട്ടെ, അതിൽ തോളിൽ കൈയിട്ട് നടന്നവരാകട്ടെ, അവർ ഏൽപ്പിക്കപ്പെട്ട സ്വത്ത് അത് അവൻ നാട് വിട്ടു പോകുമ്പോൾ, അവൻ വേറെ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ജയിലുകളിലേക്കോ അല്ലെങ്കിൽ വരാൻ കഴിയാതെയോ തടസ്സപ്പെടുമ്പോൾ അവൻ്റെ സ്വത്ത് വർഷാവർഷം ഉപയോഗപ്പെടുത്തി അവൻ്റെ സ്വത്ത് കവർന്ന് തിന്ന് അവസാനം അത് മുഴുവൻ പിന്നെ സ്വീകരിച്ച് അവനെ ആട്ടി ഓടിപ്പിക്കുന്ന ഒട്ടനേകം കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. സ്വന്തം പിതാവിനെ പോലും കച്ചവടത്തിൽ കൂട്ടുകൂടിയതിൻ്റെ പേരിൽ പിതാവ് വളർത്തിക്കൊണ്ടുവന്ന് കച്ചവടം പഠിപ്പിച്ച് കേശിലിരുത്തി വളർത്തിക്കൊണ്ടുവന്നപ്പോൾ ഒന്നിനു മാത്രം ലെവലായി എന്ന് തോന്നിയപ്പോൾ സ്വന്തം പിതാവിനെ കച്ചവടത്തിൽ തട്ടുകയും അങ്ങനെ പിതാവിനെ ഒഴിവാക്കുകയും ചെയ്യുന്ന ദാരുണമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഷറിലൊന്നും നമ്മൾ പെട്ടുപോകരുത് എന്ന് എൻ്റെ സഹോദരങ്ങളോട് പ്രത്യേകമായി പറയുകയാണ്. മൂന്നാമതായി റസൂൽ പറയുന്നത് വൽ അമാനത്തു മഗ്നമാ, അമാനത്തുകൾ വഞ്ചിക്കപ്പെടുകയാണ്. അമാനത്തുകൾ ഒരുപാട് അമാനത്തുണ്ട് സഹോദരങ്ങളെ. രാഷ്ട്രീയ നേതാക്കന്മാർ യഥാർത്ഥത്തിൽ അധികാര കസേലിരിക്കുമ്പോൾ അവരുടേതായ വസതികൾക്ക് വേണ്ടിയായിരിക്കുന്നത്. എന്നാൽ അത് അമാനത്താണ്. ജനങ്ങളുടെ പ്രജകളാണവർ. ജനങ്ങളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കേണ്ടവരുണ്ട്, അവരുടെ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്, ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ വളർന്നു പോകുന്ന സെക്രട്ടറി ആകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, അല്ലെങ്കിൽ MP ആകട്ടെ, MLA ആകട്ടെ, മന്ത്രിയാകട്ടെ, ആരായി വളർന്നു വന്നാലും അവരെല്ലാം ഇന്ന് ചൂഷണം ചെയ്യുകയാണ്. അവരെല്ലാം ഈ രൂപത്തിൽ അമാനത്തുകൾ വഞ്ചിക്കപ്പെടുകയാണ്. ഇത് അവർക്ക് മാത്രമുള്ള ബാധകമല്ല. സ്വന്തം മക്കളെ ഗൾഫിൽ നിന്ന് പണം അയച്ചു കൊടുത്ത് സകല തമ്മാടിത്തരങ്ങൾക്കും സൗകര്യം ചെയ്യുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ പണം ഞാൻ അയക്കുമ്പോൾ എൻ്റെ ഭാര്യ അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, എൻ്റെ മക്കൾക്ക് എങ്ങനെയാണ് അവർ കൊടുക്കുന്നത്, അവരുടെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ഹറാമിലേക്ക് എൻ്റെ വാപ്പൻ്റെ പൈസ എൻ്റെ മകൻ ഉപയോഗിക്കുന്നുണ്ടോ, പുകവലിക്കുന്നുണ്ടോ, സെക്സ് ഫിലിമുകൾ കാണുന്നുണ്ടോ, TV-യിലൂടെ അല്ലെങ്കിൽ ചാനലുകളിലൂടെ സിനിമകളും സീരിയലുകളുമായി കൊണ്ട് അശ്ലീലങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ടോ, ഇതെല്ലാം പരിശോധിക്കേണ്ടത് രക്ഷിതാക്കളായ നമ്മുടെ ബാധ്യതയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അമാനത്തുകൾ വഞ്ചിക്കപ്പെടുന്ന ഒരു കാലമാണ് ഇന്ന് കടന്നു വരുന്നത്, അല്ലേ? 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പാടവരമ്പിലൂടെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കേൾക്കാൻ കഴിയുന്നൊരു ശബ്ദം എന്താണ്? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ചെറിയ കുട്ടികൾ ഓതുന്നത് പാടവരമ്പിലൂടെ നമ്മൾ കേട്ടിരുന്നു. കാരണം എന്താ? അവിടെ നമ്മൾ പതുക്കെ മെഴുതിരിയൊക്കെ വെച്ച് ചൂട്ടൊക്കെ വെച്ചൊന്ന് കയറി നോക്കിയാൽ അവിടെ ഉണ്ടാകും കുട്ടി ഒരു മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ, വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. ഉസ്താദിനെ നാളെ പറഞ്ഞു കൊടുക്കാനുള്ളത്. ഉമ്മ നമസ്കാരപ്പായിരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഖുർആൻ ഓതുകയാണ്. വാപ്പ മഗ്‌രിബിന് പള്ളിയിൽ പോയതാ നിശായ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്നാൽ ഇന്ന് കാലം മാറിയിട്ട് ഉമ്മക്ക് ഉമ്മയുടെ അമാനത്ത് ബോധ്യമില്ല, വാപ്പക്ക് വാപ്പയുടെ ഉത്തരവാദിത്വം ബോധ്യമില്ല. മക്കളെ എങ്ങനെയാ വളർത്തിയത്? ആ ഉമ്മയും വാപ്പയും മക്കളും ഇന്ന് ഒരുമിച്ചിരുന്ന് നമസ്കാരം പോലും ഇല്ലാതെ TV-ക്ക് മുമ്പിൽ ഇരുന്ന് അശ്ലീലങ്ങൾ കാണുകയാണ്, അല്ലേ? ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ കുടുംബമെങ്കിലും രക്ഷപ്പെടണ്ടേ? ഇല്ലെങ്കിൽ അന്ത്യനാളിന് അടയാളത്തിൽ റസൂൽ പറഞ്ഞതിൽ ഞാനും നിങ്ങളും കണ്ണിയായി മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞോ ഇല്ല, വീണ്ടും സക്കാത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ള അനുഗ്രഹമാകുന്ന സമ്പത്ത് ഈ സദസ്സിൽ ഒരുപാട് ആളുകൾക്കില്ലേ? അതുപോലെ തന്നെ അല്ലാഹു തആല ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് നൽകിയിട്ടുള്ള ആഭരണമാകുന്ന ഒട്ടനേകോ സമ്പത്ത് നിങ്ങളുടെ കഴുത്തുകളിലും വരയിലും അതുപോലെ കാലുകളിലും പിന്നെ കാതുകളിലും ഇല്ലേ? അതുപോലെ കൃഷി സമ്പത്ത്, നാൽക്കാലി സമ്പത്ത്, അതെല്ലാം ഉള്ളവർ ഒട്ടനേകം ആളുകളില്ലേ നമ്മുടെ കുടുംബത്തിൽ, നമ്മളില്ലേ? എന്നിട്ട് ഇതിനെല്ലാം അല്ലാഹു തആല പറഞ്ഞ 2.5% നമ്മൾ കൊടുക്കുന്നുണ്ടോ?
നമ്മളത് വീട്ടുന്നുണ്ടോ? ഇല്ല. എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകമായി എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ചോദിക്കാതെ കിട്ടിയതാണൊക്കെ നിങ്ങൾ പറയാറുണ്ട്. സ്ത്രീധനമല്ല, അത് അവളുടെ വാപ്പ അവൾക്ക് കൊടുത്തതാണ് നിങ്ങൾ പറയാറുണ്ട്. എന്നാൽ സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങളും അതുപോലെ തന്നെ അവളുടെ വാപ്പയും ഒരിക്കലും തന്നെ അതിന് സഹകരിക്കൂല. അത് നിന്റെതാണ്, നീ കൊടുത്തോ എന്ന് പറയും. പക്ഷേ അത് കൊടുക്കാതെ വർഷാവർഷം കുമിഞ്ഞുകൂടിയാൽ നമ്മുടെ ബാങ്ക് ബാലൻസ് ഈ 2.5% സക്കാത്ത് കൊടുക്കാതെ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ, ഈ രൂപത്തിൽ തുപ്പലം കുടിച്ച് നമ്മൾ പള്ള നിറച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് നന്മയാണെന്ന്. എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നു, 9-ാമത്തെ അധ്യായമായ സൂറത്ത് തൗബ 34 അവസാനത്തിലും 35-ാമത്തെ ആയത്തിലും പൂർണ്ണമായി പറയുകയാണ്, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ല വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയും നിക്ഷേപിച്ചു വെക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നാൽ, സാന്ദർഭികമായി ഒരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, ഇതുപോലെയുള്ള ദീനീ വിജ്ഞാനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ആ സംഘടിപ്പിക്കുന്ന സദസ്സിൽ വന്ന് ഇരുന്ന് എഴുന്നേറ്റ് പോകുക എന്നുള്ളത് മാത്രം ഒരു ബാധ്യതയല്ല കേട്ടോ. പഠിച്ച വിജ്ഞാനങ്ങൾ സ്വീകരിക്കണമെന്നുള്ളതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു കൈ നിങ്ങളും വെക്കേണ്ടതുണ്ട്. ഇൽമു കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ആരോഗ്യം കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഓരോരുത്തരും സഹായിക്കണ്ടേ. ഇൽമുള്ളവരത് അറിയിച്ചു കൊടുക്കുന്നു ഇൽമിലൂടെ, ആരോഗ്യമുള്ളവർ ഇതിന് കസേരയിടുന്നു, നോട്ടീസ് അടിക്കുന്നു, പെർമിഷൻ എടുക്കുന്നു, പരിപാടികൾ സംഘടിപ്പിക്കുന്നു. എന്നാൽ ഈ 2 വിഭാഗത്തെ ഒറ്റപ്പെടുത്തിയിട്ട് സമ്പത്തുള്ള മനുഷ്യന്മാരെ ഇതിലേക്ക് ഒരു രൂപ പോലും കൊടുക്കാതെ, ഇതിന്റെ ഫണ്ടിലേക്ക് വല്ലതും നൽകാതെ കൈ തട്ടി പൊടി തട്ടിക്കൊണ്ട് എഴുന്നേറ്റ് പോയാൽ നാളെ റബ്ബിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് അവിടെ ഉത്തരം പറയേണ്ടി വരും കേട്ടോ. അല്ലാഹു തആല നമ്മുടെ അമലുകൾ തൂക്കുമ്പോ നമ്മുടെ മീസാനുകൾ കനം തൂങ്ങാൻ നമുക്ക് ബാക്കിയാകുന്നത് റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്തത് മാത്രമാണ്. യഖൂലുൽ അബ്ദു മാലി മാലി, ആദമിന്റെ മക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, എന്റെ ധനം എന്റെ ധനം. വഇന്നമാ ലഹു മിൻ മാലിഹി സലാസുൻ, അവന്റെ ധനത്തിൽ നിന്ന് 3 മാത്രമല്ലേ അവൻ്റെതുള്ളൂ. മാഅകല ഫഅഫ്നാ ഔ ലബിസ ഫഅബ്ലാ ഔ അതാ ഫഖതനാ, അവൻ തിന്നു തീർത്തവന്റെ ഭക്ഷണം, അവൻ ധരിച്ച് ദ്രവിപ്പിച്ചവന്റെ വസ്ത്രം, അവന്റെ മാർഗത്തിൽ വല്ലതും കൊടുത്ത് ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലാത്തതൊക്കെ കുട്ടികൾക്ക് വേണ്ടി വിട്ടേച്ചു പോവുകയാണ്. അതുകൊണ്ട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നന്നായി കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു ചൂഷണത്തിന്റെ വേദിയല്ല, ഇത് റബ്ബിന്റെ ദീന് പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. ഇതിനൊട്ടനേകം ചെലവുകളുണ്ട്. ആ ചെലവുകളിലേക്ക് നിങ്ങളുടെ പണം പോക്കറ്റിൽ നിറങ്ങട്ടെ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവര്. ഇല്ല എങ്കിൽ കേട്ടോളൂ, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതക്വാ ബിഹാ ജിബാഉഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തുൽ ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. അവര് ഉപയോഗിച്ച ആഭരണങ്ങള്, അവർ ബാങ്ക് ബാലൻസ് ആക്കി വെച്ച കറൻസികള്, അവരുടെ നാൽക്കാലി സമ്പത്തുകളെല്ലാം വ്യത്യസ്ത രൂപത്തിൽ ശിക്ഷയിലൂടെ കൊടുക്കുകയാണ്. നരകാഗ്നിയിലിട്ട് ഈ കറൻസികളും ആഭരണങ്ങളും ചുട്ടുപഴിപ്പിച്ച് അത് അവരുടെ നെറ്റിയിൽ വെക്കുകയാണ്, പാർശ്വങ്ങളിൽ ഇസ്തിരി വെക്കുകയാണ്, മുതുകളിൽ ചൂട് വെക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നത് എന്താണെന്നറിയുമോ? നിങ്ങൾ നിങ്ങൾക്കായി സംഭരിച്ചു വെച്ചതാണ്, അതിനാൽ നിങ്ങൾ നിക്ഷേപിച്ചത് നിങ്ങൾ തന്നെ ആസ്വദിച്ചു കൊള്ളുക. ഈ ഒരവസ്ഥ സഹോദരങ്ങളെ നമുക്ക് വരാതിരിക്കാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. 4-മതായി കൊണ്ട് ഞാൻ പെട്ടെന്ന് തുറന്നു പറയട്ടെ, വസ്വലാത്തു മഗ്റമാ, നമസ്കാരം ഒഴിവാക്കുകയും ചെയ്യും. ഇന്ന് പല സ്ത്രീകളും എത്ര വക്താണ് നഷ്ടപ്പെടുന്നത്, ഇന്ന് എത്ര സഹോദരങ്ങൾക്ക് എത്ര ജമാഅത്താണ് പോകുന്നത്. നാളെ പരലോകത്ത് വിചാരണ കഴിഞ്ഞ് നരകത്തിൽ പോകുമ്പോ കൃത്യമായി പള്ളിയിൽ പോയ, ജമാഅത്ത് നമസ്കരിച്ച, റവാത്തിബ് സുന്നത്തെടുത്ത, ഖുർആൻ ധാരാളമായി ഓതിയ ആ മുഅ്മിനുകളായ ആളുകളില്ലേ, ഇവരോട് ചോദിക്കുന്നു, മാ സലക്കകും ഫീ സഖർ, നിങ്ങൾ എങ്ങനെയാണ് ഈ നരകത്തിൽപ്പെട്ടത്? ഖാലൂര മറുപടി എന്താണ്? ഇന്നക ലമിനൽ മുസ്ലിമീൻ, അവർ പറയുകയാണ്, ഖാലൂ ലം നകു മിനൽ മുസല്ലീ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂടെ ആയിരുന്നില്ല. നമസ്കാരം ഉപേക്ഷിക്കുന്നവർ കാഫിറാണ്, അവനെ മുസ്ലിമീങ്ങളുടെ മഹല്ലിൽ മറവ് ചെയ്യേണ്ടതില്ല, അവനെ മുസ്ലിമീങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന പോലെ കുളിപ്പിക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉളൂ മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള ഓരോ കർമ്മങ്ങളും അതിൻ്റെ തർത്തീബുകൾ കൃത്യമായ രൂപത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തുക.
നമസ്കാരം ഉപേക്ഷിക്കാതിരിക്കുക, അതിൻ്റെ വക്തുകൾ എടുക്കുക, അതിനോടനുബന്ധമായ സുന്നത്തുകൾ സ്വീകരിക്കുക. ഇല്ലെങ്കിൽ അന്ത്യനാളുടെ അടയാളമായി പറഞ്ഞ ആ വർഗത്തിൽ നമ്മളും പെട്ടുപോകുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചാമതായി ഭൗതിക ലക്ഷ്യം വെച്ചുള്ള പഠനം വർദ്ധിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ഭൗതിക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഠനമല്ലേ? മക്കളെ ദീനീപരമായി വളർത്താൻ, മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ, ഒരു 7ാം ക്ലാസ് വരെ പഠിച്ച് പുറത്തിറക്കാൻ പ്രാഥമിക അധ്യാപനം കിട്ടുന്ന മദ്രസ പോലും വേണ്ട നമുക്ക്, അല്ലേ? LKG-യിലും RKG-യിലും UKG-യിലൊക്കെ മുക്കിപ്പൊരിച്ചാൽ മതി എന്നാണ് പല രക്ഷിതാക്കളും നിയ്യത്ത് വെച്ചിട്ടുള്ളത്. 4ാമത്തെ വയസ്സ് മുതൽ എൻ്റെ കുട്ടി ഇംഗ്ലീഷ് പറയണമെന്നാണ് ചില ആളുകൾ നിയ്യത്ത് വെച്ചിട്ടുള്ളത്. സഹോദരാ, ഒരു പേപ്പറിൽ നമ്മൾ ഒട്ടനേകം പൂജ്യങ്ങൾ ഇട്ടാൽ ആ പൂജ്യത്തിനൊരു വിലയുമില്ല കേട്ടോ. അതിൻ്റെ ഇടത് ഭാഗത്ത് ഒന്നെന്നിട്ടാൽ ആ പൂജ്യത്തിൻ്റെ അക്കം കോടിയാകുന്നതാണ്, ലക്ഷമാകുന്നതാണ്. ഈ ഒന്നാണ് അല്ലാഹുള്ള വിശ്വാസം, ഈ ഒന്നാണ് പരലോക വിശ്വാസം, ഈ ഒന്നാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിക്കുക എന്ന വിശ്വാസം. ഇത് തിരസ്കരിച്ചുകൊണ്ട് നിങ്ങൾ വാനോളം ഉയർന്നാൽ, നിങ്ങൾ എത്ര ഭൗതികമായി സ്ഥാനം നേടിയാലും ഒരുപക്ഷെ നിങ്ങൾ ആദരിക്കാൻ ആളുകളുണ്ടാകൂ, സ്ഥാനമാനങ്ങൾ നൽകാൻ രാഷ്ട്രീയക്കാരുണ്ടാകൂ, ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പക്ഷേ യൗമലായും ഫമാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അവിടെ ഒന്നും ഉപകാരപ്പെടൂല. അവിടെ കുറ്റമറ്റ ഹൃദയവുമായി യഥാർത്ഥ മുവഹിദായി കടച്ചു നിൽക്കണം. അതുകൊണ്ട് തന്നെ ഭൗതിക പഠനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഠനം ഇസ്ലാമികമല്ല. അങ്ങനെ നിങ്ങൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന വിദ്യാഭ്യാസം, മക്കളെ ഞാൻ പറയട്ടെ, ഈ രക്ഷിതാക്കൾ നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിത്തരുന്ന വിദ്യാഭ്യാസം നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ട് നരകമാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ സ്നേഹിച്ച് വളർത്തിയ, ഉമ്മ വെച്ച, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച മക്കളെ നാളെ റബ്ബിന്റെ സന്നിധിയിൽ മലായിക്കത്തുകൾ പിടിച്ചുകൊണ്ട് നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ കിടന്ന് കുമ്പസരിച്ചിട്ട് കാര്യമില്ല എന്ന് രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഭൗതിക പഠനം ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് വളർന്നു വരുന്ന കാലഘട്ടമാണ് അന്ത്യനാൾ അടയാളമായി റസൂൽ പറഞ്ഞതെങ്കിൽ അതിൽ നിന്ന് മുക്തമാകാൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ആറാമതായി മൻ അദറക അബവൈഹ അയ്യാ ഫലം യദ്ഖുലാഹുൽ ജന്ന വഅദ്നാ സ്വദീഖഹു വഅഖസാ അബാഹു. ഇതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഭാര്യയെ ഇഷ്ടപ്പെടുകയും ഉമ്മയെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന മക്കൾ വരികയാണ്, അല്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞ് 1 മാസം 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും അവന് പിന്നെ ഉമ്മയെ വേണ്ട, ഉപ്പയെ വേണ്ട, അവന് പിന്നെ വെറുപ്പായി, അവരെ പരിചരിക്കാൻ താല്പര്യമില്ല. വേറെ വീട് വെച്ച് പോകുന്ന ആളുകൾ, ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ, ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരോടുണ്ടെങ്കിൽ കൊണ്ടുപോകുക, അതില്ല എന്നല്ല. പക്ഷെ അവരെ കാവൽ പട്ടികളെ പോലെ വീട്ടിലാക്കിയിട്ട് പറന്നു പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഫലം യദ്ഖുലാഹുൽ ജന്ന. പ്രായമുള്ള മാതാപിതാക്കൾ ജീവിതത്തിൽ അനുഗ്രഹീതമായി ലഭിച്ചിട്ട് പോലും സ്വർഗം നേടാൻ പറ്റാത്ത നിർഭാഗ്യവാന്മാരുണ്ടല്ലോ. അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയി. അതിനാ സുഹൃത്തുക്കളോട് അടുപ്പം കാണിക്കുകയും മാതാപിതാക്കളോട് അകൽച്ച കാണിക്കുകയും ചെയ്യുന്നു, അല്ലേ? ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്നേഹിതന്മാര് VIP സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ അന്ന് വാപ്പാനോട് പറയാം, വാപ്പാ നിങ്ങൾ കുറച്ച് തുപ്പി ആ ശബ്ദമൊക്കെ ആയിട്ട് ആ പഴയ തുണിയെടുത്ത് ആ ഷുഗർ മൂത്ത കാലൊക്കെ ആയിട്ട് നഖം വെട്ടാതെയും ഇവിടെ വന്നിരിക്കരുത്, എനിക്ക് മോശമാണ്, അതുകൊണ്ട് വീട്ടിനുള്ളിൽ ഇരുന്നോളി, സംസാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നാൽ മതി. എത്ര ഖേദകരമാണ്, അല്ലേ? എത്ര ഖേദകരമാണ് പ്രിയപ്പെട്ട സഹോദര. വീട്ടിലേക്ക് നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മൂക്കണ ഒലിപ്പിച്ച് പിന്നെ ചളിയായി കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെടുത്ത് നിങ്ങൾ വാരിവെടുത്ത് ഉമ്മ വെക്കാറില്ലേ? ഇല്ലേ? എടുത്താൽ മണക്കുന്ന പുഷ്പം ഏതാന്ന് ചോദിച്ചാൽ മക്കൾ നാം മറുപടി, അല്ലേ? എങ്കിൽ ആ മക്കളെ എടുത്തുകൊണ്ട് സ്നേഹം നുകരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഉമ്മ വെച്ച താലോലിച്ച കൈകൾ കൊണ്ട് തലോടിയ, നിങ്ങൾക്ക് വേണ്ടി എല്ലാം മറന്നുകൊണ്ട് ജീവിച്ച ഒരു കിളവനും കിളവിയും ആ റൂമിലുണ്ടെന്ന ഓർമ്മ ഈ രൂപത്തിൽ ഉമ്മ വെക്കുമ്പോഴും, അതുപോലെ ഭാര്യയ്ക്ക് 20 മിനിറ്റൊക്കെ ഗൾഫിൽ നിന്ന് ബുക്ക് ചെയ്ത് ഫോൺ ചെയ്യുമ്പോഴും ഓർമ്മയുണ്ടാകണമെന്നാണ് സഹോദരങ്ങളോട് പറയാനുള്ളത്. വിശദീകരിക്കാൻ സമയമില്ല. മാതാപിതാക്കളുടെ കടമകൾ, കടപ്പാടുകൾ മറ്റൊരു വിഷയമാണ്, ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഈ രൂപത്തിൽ വരുമെന്നാണ്. അതുപോലെ തന്നെ കേട്ടോളൂ, 8ാമതായി കൊണ്ട് വശുരിബത്തിൽ ഖംറ്, വിവിധതരം ലഹരികൾ ഉപയോഗിക്കുകയാണ്.
ലഹരി വസ്തുക്കൾ സമുദായത്തിൽ വന്നുകൊണ്ടിരിക്കാൻ അല്ലേ? അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തശ്രിബുൽ ഖംറ, നിങ്ങൾ ഒരിക്കലും മദ്യം കുടിക്കരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരി, അത് സകല തിന്മകളുടെയും താക്കോലാണ്. മാത്രമല്ല, ആരെങ്കിലും മദ്യം കുടിച്ചു കഴിഞ്ഞാൽ അവന്റെ 40 നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്നും, ആ മദ്യം വയറ്റിൽ വെച്ച് അവൻ മരിച്ചു കഴിഞ്ഞാൽ മാതമൈതതൻ ജാഹിലിയ മരണമാണ് അവനുള്ളതെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു ശപിച്ച വിഭാഗമാണ് മദ്യം കുടിക്കുന്നവൻ, മദ്യത്തിന് വേണ്ടി സഹകരിച്ചു കൊടുത്തവൻ, അത് വാറ്റുന്നവൻ, അതിനുവേണ്ടി ബാറുണ്ടാക്കാൻ സഹകരിച്ചവർ, അതുപോലെ തന്നെ അവരുടെ കൂടെ കമ്പനി കൂടിയവരെല്ലാം തുല്യരാണ്, അവരെയൊക്കെ ശപിച്ചിട്ടുണ്ട്. മാത്രമല്ല, റസൂൽ പറയുന്നു, 9-ാമതായിട്ടുള്ളത് പെണ്ണുങ്ങൾ ജാട പ്രത്യക്ഷപ്പെടുകയും മ്യൂസിക്കിന്റെ കാലം വരികയും ചെയ്താൽ ദുർമാർഗികളായ ആളുകൾ നേതൃത്വത്തിൽ വരികയും ചെയ്താൽ, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു മതത്തിന്റെ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഇന്ന് ദുർമാർഗികൾ മാത്രമാണ് കൈയടക്കിയിട്ടുള്ളത് അല്ലേ? ആ അവസ്ഥ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വക്കാന റഹീമൽ ഖൗമി അർദലഹും, നിന്നരായി കരുതപ്പെട്ടവർ നേതൃത്വത്തിൽ വരും. ഒന്നുമല്ലാത്തവനെ കാണാൻ പെട്ടെന്നൊരു സ്ഥാനം അല്ലേ? ഒരു ABCD തിരിയാത്തവൻ കാണാൻ താജുല്ലമയും ഖമറുല്ലമയൊക്കെ ആയിട്ട് മാറുന്നൊരു കാലഘട്ടം വരുമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിൽ വന്നു എന്ന് മാത്രമല്ല, പള്ളികളിൽ വെച്ച് അനാവശ്യമായ സംസാരങ്ങൾ ഉണ്ടാകുമെന്നാണ്. രാഷ്ട്രീയ ചർച്ചയുണ്ടായില്ലേ? അതുപോലെ തന്നെ അനാവശ്യമായ രൂപത്തിലുള്ള ഒട്ടനേകം തർക്കങ്ങൾ ഉണ്ടായില്ലേ? പള്ളികളിൽ നിന്ന് മലീമസപ്പെട്ടില്ലേ? മാത്രമല്ല, പിൻഗാമികൾ മുൻഗാമികളെ ശപിക്കുകയും ചെയ്താൽ സ്വഹാബത്തിനെ ചീത്ത വിളിക്കുന്നില്ലേ? റസൂലുള്ളാഹിയെ ചീത്ത വിളിക്കുന്നില്ലേ? ഈ രൂപത്തിൽ ആ മാർഗം പിൻപറ്റിയ ആളുകളെ ശപിക്കുന്നില്ലേ? അതും ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് റസൂൽ പറയുന്നു, 15-ാമത്തത് കേട്ടോളൂ, ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ, ഈ അവസ്ഥ വരുമ്പോൾ ചുവന്ന ഒരു കാറ്റിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. വഖസ്ഫൻ വമസ്ഖൻ വഖസ്ഫാ, കാഠിന്യമുള്ള ചുയറ്റിയെറിയുന്ന രൂപത്തിൽ ദുരന്തം വിതക്കുന്ന ഒരു പ്രത്യേകമായ കാറ്റാണത്. ആ കാറ്റിങ്ങോട്ട് കടന്നു വന്നാൽ പിന്നെ കസിൽകിൻ നിലാമി കഖതിസിൽ ഖുഹാഫൻ ഖതാ, എന്താ പറയുന്നത്? ആ രൂപത്തിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാലമണി അതിൻ്റെ കയർ പൊട്ടിയിട്ട് താഴേക്ക് വീഴുന്ന പോലെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഫിത്തനകളും അടിക്കടി വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോക്ക് അന്ത്യനാളിലേക്കുള്ള അടയാളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലിശയും സംഗീതോപകരണങ്ങളും നർത്തകിമാരും വർദ്ധിക്കുമ്പോൾ കാലാവസ്ഥയിൽ മാറ്റം വരുമെന്നും അതുപോലെ സുനാമിയും ഭൂകമ്പങ്ങളും ഉണ്ടാകുമെന്നും ഹദീസുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ എൻ്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ ആയത്തിൻ്റെ ആ അർത്ഥം, അതുപോലത്തെ ആ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദിവസത്തിൻ്റെ ഭയാനകത അത് വല്ലാത്തൊരു ദിനം തന്നെയാണ്. അതുകൊണ്ട് ആ ദിനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന, അല്ലെങ്കിൽ ആ കാലെടുത്ത് വെക്കുവാൻ ഒരുപക്ഷെ നമുക്ക് ഭാഗ്യം ലഭിച്ചെന്ന് വരില്ല, നമ്മൾ ഉണ്ടായെന്ന് വരില്ല, ചിലപ്പോൾ നമ്മൾ അതിനു മുമ്പ് മരിച്ചുപോയി എന്ന് വരും. പക്ഷേ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവർ ആ ദിവസത്തിൽ അതിൽ അകപ്പെടുന്നതാണ്. ആ അകപ്പെടുന്നതിന് മുന്നോടിയായി നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് നൽകിയ ഈമാനിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ 79-ാം അധ്യായം സൂറത്തുൻ നാസിയാത്ത് 42 മുതൽ 46 വരെയുള്ള ആയത്തുകളിലൂടെ അല്ലാഹു തആല പറയുകയാണ്, യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹാ, ആ അന്ത്യസമയത്തെ പറ്റി അവർ ചോദിക്കുന്നു, എപ്പോഴാണ് അത് സംഭവിക്കുക? എന്നാൽ ഫീമ അൻത മിൻ ദിക്റാഹാ, നിനക്കതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇലാ റബ്ബിക മുൻതഹാ, നിന്റെ രക്ഷിതാവിങ്കലേക്ക് അതിൻ്റെ കലാശം, അതിൻ്റെ രക്ഷിതാവിങ്കലേക്കാണ് അതിൻ്റെ കലാശമുള്ളത്. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ, അതിനെ ഭയപ്പെടുന്നവർക്കൊരു താക്കീതുകാരൻ മാത്രമാണ് നീ. കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസൂന ഇല്ലാ ഗശിയതൻ ഔ ദുഹാഹാ, അതിനെ അവർ കാണുന്ന ദിവസമോ ഒരു വൈകുന്നേരമോ പ്രഭാതത്തിലോ അല്ലാതെ അവർ ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടില്ല എന്നായിരിക്കും അവർക്ക് തോന്നുക. കാരണം അന്ത്യനാൾ പൊട്ടിപ്പുറപ്പെട്ടാൽ അങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ സഹോദരങ്ങളെ കാണാൻ സാധിക്കും. ആ ആയത്ത് മാത്രം നിങ്ങളൊന്ന് കേട്ടോളൂ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിലും അതുപോലെ തന്നെ മറ്റൊരു ആയത്തുകളിലും പറയുന്നുണ്ട്. എന്ത്? വയൗമയും ഫഹുബിസൂരി ഫഫസഅമൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്,
കാഹളത്തിൽ ഊതപ്പെടുന്ന ആ ദിവസമുണ്ടല്ലോ, അതിനെ നിങ്ങൾ ഓർക്കണം കേട്ടോ. അത് ഭൂമിയിലുള്ളവരും ആകാശത്തിലുള്ളവരും വന്ന് ഭയവിഹ്വലരായി പോകുന്ന ദിവസമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 1-2 ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം കേട്ടോ. ഇന്ന സൽസലത സാഅത്തി ശൈഉൻ അദീം, ആ അന്ത്യനാളിന്റെ സമയത്തുള്ള പ്രകമ്പനമുണ്ടല്ലോ, അത് വല്ലാത്ത ഒരു പ്രകമ്പനം തന്നെയാണ്. ഇദാ സുൽസിലത്തിൽ സുൽസാലഹാ വഅഖറജത്തിൽ അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ എന്ന് മനുഷ്യർ ചോദിക്കുന്ന, ഭൂമി കിലുങ്ങിക്കൊണ്ടിരിക്കുന്ന, അതിന്റെ ഉള്ളിൽ അതിന്റെ ഭാരങ്ങളെ പുറത്തേക്ക് തള്ളുന്ന, അതുപോലെ തന്നെ ഇടിനാദമായി റബ്ബ് പറഞ്ഞ അൽ ഖാരിയതു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽഹിനിൽ മൻഫൂസ്. പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത ആട്ടിൻ രോമങ്ങളെ പോലെ പാറുന്ന ദിവസമാണ്. മനുഷ്യർ ചിതറിയ പാറ്റകളെ പോലെ കൊഴിഞ്ഞു വീഴുന്ന ദിവസമാണ്. ആ രൂപത്തിലുള്ള ഇടിനാദമാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് സൂറത്ത് ഹജ്ജില് 2-ാമത്തെ ആയത്തിൽ പറയുന്നത് കേട്ടോളൂ. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതലൗ ദാതു ഹംലിൻ വതലൗ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാരാ വമാ ഹും ബിസുകാരാ വലാകിൻ അദാബല്ലാഹി ശദീദ്. അല്ലാഹു തആലയാണ് പറയുന്നത്, ആ ദിവസം നിനക്ക് കാണാം. തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, മുല കൊടുക്കുന്ന ഏതൊരു മാതാവും മുലപ്പാൽ നുകരുന്ന തന്റെ കുഞ്ഞിനെ ആ മാറിടത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ഓടുന്ന ദിവസമാണ്. കുഞ്ഞിനെ വലിച്ചെറിയോ ഉമ്മമാര് സ്നേഹമുള്ളവരില്ല എങ്കിൽ അത് മാറിൽ നിന്ന് വലിച്ചെറിയുന്ന ദിവസമാണ്. മാത്രമല്ല ഗർഭവതികളായ ഏതൊരു സ്ത്രീയും മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഗർഭത്തിലുള്ളത് പുറത്തേക്ക് വന്നു പോവുകയാണ് ആ ഇടിനാദത്തോടു കൂടി. അന്ന് ജനങ്ങളെ നിനക്ക് കാണാം, അവർ ലഹരി ബാധിച്ചവരായിട്ട്. അല്ല പറയുന്നു അവർ സത്യത്തിൽ അന്ന് കൊള്ളുകുടിച്ച് അവരൊരിക്കലും തന്നെ ലഹരി ഉപയോഗിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ആ ശിക്ഷയുടെ കാഠിന്യം വരാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങൾ അതിനെയൊക്കെ ദൃഢമായി വിശ്വസിക്കുന്ന ഖുർആനും സുന്നത്തും നെഞ്ചിലേറ്റുന്ന സഹോദരങ്ങളെ, ആ മഹാന്മാരായ സ്വഹാബത്ത് ഈ വിഷയങ്ങളെ ഗൗരവത്തോടുകൂടി പഠിക്കുകയും വിലയിരുത്തുകയും സ്വർഗീയ ആരാമത്തിലേക്ക് ഉന്നത സോപാനങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തെങ്കിൽ അവരുടെ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് പ്രവേശിക്കുവാൻ നാം കുടുംബസമേതം തയ്യാറാവുക. അതിനുള്ള ഉത്ബോധന വേദിയാണിവിടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ സാമ്പത്തികമായ കാര്യം അത് പ്രത്യേകമായി എല്ലാവരും ശ്രദ്ധിക്കുക. അതൊരു ഊന്നിപ്പറഞ്ഞ് വിഷമിപ്പിക്കല്ല, കഴിവുള്ളവർ മാത്രം അത് ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ സ്വാലിഹായ ഒരു അമാലായി അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അന്ത്യനാളിൻ്റെ അടയാളവും അന്ത്യനാളുമെല്ലാം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് വ്യക്തമായി പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വിലയിരുത്തുവാനും ഈമാൻ വർദ്ധിപ്പിക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സകല പാപവും നീ പുറത്തിരണേ തമ്പുരാനെ. അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളിൽ ഒരുപാട് ആളുകൾ പ്രവേശിച്ചു പോയി റബ്ബേ, അതിൽ കുടുങ്ങിപ്പോയി നാഥ. ആ നിർഭാഗ്യവാന്മാരെ ഞങ്ങളെ പെടുത്തല്ലേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.